السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പോഡ്കാസ്റ്റിൻ്റെ വീഡിയോയിൽ നബിത്തങ്ങളുടെ ജനനം, നബിത്തങ്ങളെ മുലോട്ടൽ, അങ്ങനെ നബിത്തങ്ങളെ പ്രിയപ്പെട്ട ഉമ്മ അബ്ദുള്ള എന്നിവർ മരണപ്പെടുന്നത്. പിന്നെ ഇപ്പം അബ്ദുൽ മുത്തലിബ് മരണപ്പെട്ട് കഴിഞ്ഞു. ഇനി അബൂത്വാലിബിൻ്റെ കയ്യിൽ സംരക്ഷണം, നബിത്തങ്ങളെ സംരക്ഷണം എത്തണ അവിടെയാണ് നമ്മൾ നിർത്തിയത്. അബ്ദുൽ മുത്തലിബ് മരിക്കുന്ന സമയത്ത് തന്നെ ഒരു പല വയസ്സ് വ്യത്യാസം പറയുന്നുണ്ട്. 144 അറിയുന്നുണ്ട്. അക്കാലത്ത് അത് വലിയ പ്രശ്നമൊന്നുമല്ല, കാരണം ഹസൻ സാബത്തുള്ളവനൊക്കെ പറയണ്ടല്ലോ 120 വയസ്സ് വരെ ജീവിച്ചിരുന്നു. അത് നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ അവസാനം നിർത്തിയത് ഈ നബിത്തങ്ങൾക്ക് എന്തുകൊണ്ട് അനാഥത്വം വന്നു, എന്തുകൊണ്ട് നബിത്തങ്ങൾ അനാഥനായി നിയോഗിക്കപ്പെട്ടു എന്നുള്ളൊരു കാര്യം അങ്ങനെയാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് അവസാനിപ്പിച്ചു. അതൊക്കെ ഈ ഫിക്കുസീറയിൽ പൂത്തി പറഞ്ഞാൽ നബിത്തങ്ങൾ അയച്ചെന്തിനാ? ഒരു പ്രവാചകൻ്റെ അയച്ചേക്ക്, ഒരു പുതിയൊരു മതത്തെ കൊണ്ടുവരും. അപ്പം ഈ മതത്തെ കൊണ്ടുവരുമ്പോൾ എന്താ ആൾക്കാർ പറയും, എന്താ അവൻ്റെ വാപ്പയിൽ നിന്ന് കണ്ടുപിടിച്ചാണ്, വാപ്പ കൊണ്ടുവന്നാണ്, ഉമ്മ കൊണ്ടുവന്നൊക്കെ പറയും. അപ്പം ഈ ഇദ്ദേഹത്തിൻ്റെ വല്യപ്പൻ അബ്ദുൽ മുത്തലിബ് എന്താ ഖുറൈശി നേതാവാ. അപ്പോൾ ഇങ്ങനത്തെ ഒരു കാര്യം കൊണ്ടുവരുമ്പോൾ എന്താ ഇവൻ പഠിച്ചിട്ടാന്നൊക്കെ പറയും. അപ്പം അങ്ങനത്തെ ഒരു പ്രശ്നം ഇല്ലാതിരിക്കാൻ വേണ്ടി, ഒരു ന്യൂനതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് എന്താ അതിനും നബിതങ്ങളുടെ ഈ സ്ഥലത്തിന് മുമ്പ് മരിപ്പിച്ചത്. തഫ്സീറുൽ ഖുർത്തുബിയിൽ ജാഫർ സാദിഖ് റളിയല്ലാഹു പറയാനായിട്ട് തഫ്സീറുൽ ഖുർത്തുബി രചിക്കേണ്ടത് ഒരു പ്രധാനപ്പെട്ട ഹേതുവായിട്ട് പറയുന്നത് മാതാപിതാക്കളോടുള്ള കടപ്പാട് ഇല്ലാതാക്കാന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. കാരണം തീരാത്തൊരു സംഭവമാണ്, നമുക്കൊക്കെ ഒരിക്കലും തീരൂല. നബിത്തങ്ങൾ വെച്ചാൽ 4 വയസ്സരും ആ 4 വയസ്സിന് ശേഷമുള്ള 2 വയസ്സ് മാത്രമേ ഉമ്മയുടെ അടുത്ത് ഏറ്റവും അടുത്ത് താമസിച്ചുള്ളൂ. അതുവരെ ഹലീമാബി മറ്റ് മഹദികളുടെ അടുത്ത് വലിയ വീട്ടിൽ പ്രായത്തിലായിരുന്നല്ലോ. ഒരാൾ സ്ഥലത്ത് ഒറ്റയടിക്ക് ദീർഘമായൊരു കാലം ഒരു വ്യക്തിയുടെ അടുത്ത് നബിത്തങ്ങൾ താമസിച്ചിട്ടില്ല. അപ്പം ഇതിനൊക്കെ ഒരു നബിത്തങ്ങൾക്ക് ആ കാലം കുറഞ്ഞനുസരിച്ച് നബിത്തങ്ങൾക്ക് അങ്ങോട്ട് നൽകേണ്ടതും കുറയല്ലോ. അതൊരു കാര്യം ഹേതുവായിട്ട് പറയുന്നത്. പിന്നെ പറയുന്നത് അത് ഒരു എത്തീമാവുക, ഇല്ലൊരു അനാഥനാവുക പറഞ്ഞാൽ സമൂഹത്തിലെപ്പോഴും താഴ്ന്നു നിൽക്കുന്ന ഇതാണല്ലോ. അപ്പോൾ ഒരു ലീഡറിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി പറഞ്ഞാൽ ഏറ്റവും താഴ്ന്ന ആൾക്കാരെ കൂടി മനസ്സിലാക്കുക, ഓലൊപ്പം നിൽക്കാനുള്ള. അതിന് ഉദാഹരണമായിട്ട് പറയുന്നുണ്ട്, ഇപ്പോൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം കഴിഞ്ഞാൽ അതിലിപ്പോൾ നെഹ്റു, ഗാന്ധി പൊതുവെ പറയപ്പെടുന്നത്. അപ്പോൾ ഈ ഗാന്ധിക്ക് നെഹ്റുവിനേക്കാളൊരു പ്രയോറിറ്റി നമ്മളെ മനസ്സിലൊക്കെ ഉണ്ടല്ലോ. അത് ഗാന്ധി എത്രത്തോളം അടിയിറങ്ങി പ്രവർത്തിച്ചിട്ടുണ്ടോ അതുകൊണ്ടാണ്. അപ്പോൾ അടിത്തട്ടിലുള്ള ആൾക്കാരെ മനസ്സിലാക്കാനുള്ള ഒരു മെൻറ്റാലിറ്റി വരാനും അതിനുള്ളൊരു സാധനമായിട്ടാണ് ഈ ഇത് വരുന്നത്. പിന്നെ പറയാനുണ്ട് ഈ ഇപ്പോൾ അനാഥന്മാർക്ക് പറയാം ഞങ്ങളെ നേതാവ് ഒരു അഭിമാനമായിട്ട്. കാരണം ഏറ്റവും കൂടുതൽ സമൂഹത്തിൽ നമ്മൾ കാണാൻ സാധിക്കും, ഏറ്റവും കൂടുതൽ താഴ്ന്ന നിലയിൽ എത്തിയും കുട്ടികളൊക്കെ നമ്മൾ കാണുന്ന സാഹചര്യമാണുള്ളത്. അപ്പോൾ അവർക്ക് പറയാം ഞങ്ങളെ നേതാവ് നബിത്തങ്ങൾ ഒരു അനാഥനായിരുന്നല്ലോ, അവർക്കതൊരു അഭിമാനമായിക്കാണ്ട് കാണാൻ പറ്റും. അള്ളാഹുവിനെ കുറേ പറഞ്ഞില്ലേ, വജദക യതീമൻ ഫആവ, നിങ്ങൾ യതീമായിട്ട് ഞാൻ നിങ്ങൾക്ക് അഭയം നൽകി എന്നൊക്കെ അള്ളാഹു തന്നെ പറയണ്ടേ. ഈ അഭയം നൽകിയതാണ് പിന്നെ അബ്ദുൽ മുത്തലിബ് മറ്റേ അബൂ തോലിബിനോട് വസിയത്ത്. അതിന് അബൂ തോലിബിനോട് വസിയത്ത് ചെയ്യാനുള്ള കാരണമായിട്ട് പറയുന്നത് അബ്ദുല്ലാന്റെ പൂർണ്ണ സഹോദരനെ കണ്ടു വരുന്ന ഒരാള് അബൂ തോലിബാണ്. അതുകൊണ്ടാണ് അങ്ങനെ വസിയത്ത് ചെയ്തതെന്ന് പറയുന്നത്. അപ്പോൾ അബൂ തോലിബിലൂടെയായിരുന്നു പിന്നെ സംരക്ഷണം വരുന്നത്. അബൂ തോലിബ് അന്നത്തെ കാലം കുറേ ആൾക്കാരെ അങ്ങനെ കുടുംബക്കാരൊക്കെ സ്വന്തം വീട്ടിൽ താമസിപ്പിച്ച് ഭക്ഷണം കൊടുത്ത് അങ്ങനെ കഴിഞ്ഞൊരാളായതുകൊണ്ട് തന്നെയാണ് പിന്നെ നബിത്തങ്ങളെയും കൂടി സാമ്പത്തികമായിട്ട് വലിയ സമ്പന്നനൊന്നും അല്ലായിരുന്നു, ഒരു അത്യാവശ്യം കുഴപ്പമില്ല ആ രീതിയിൽ. നബിത്തങ്ങൾ വന്നുകൊണ്ട് ധാരാളം മാറ്റങ്ങൾ ആ കുടുംബത്തിൽ ഉണ്ടായിരുന്നു. കാരണം അവർക്ക് നബിത്തങ്ങൾ ഇല്ലാതെ ഭക്ഷണം കഴിച്ചാൽ വേറെ നിറയിലായിരുന്നു. അവർക്ക് ഭക്ഷണം തികയാത്തൊരവസ്ഥ വന്നിരുന്നു. പക്ഷെ നബിത്തങ്ങളോട് ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും അവർക്ക് ഭക്ഷണമൊക്കെ അത്യാവശ്യത്തിന് എല്ലാവർക്കും വേറെ നിൽക്കുന്ന രൂപത്തിൽ. ആ കാലത്ത് നബിത്തങ്ങളെ പറ്റിയിട്ട് നബിത്തങ്ങൾ അബൂ താലിബിൻ്റെ ആയിട്ട് സഹവസിക്കുന്ന കാലത്തുള്ള കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. എല്ലാ മക്കളും അബൂ താലിബിൻ്റെ കുടുംബത്തിലത്തെ മക്കളൊക്കെ എണീക്കുമ്പോൾ ഒരു ആ പൊടിപെടലൊക്കെ പഴകേണ്ടത്. സാധാരണ നമ്മൾ എണീക്കുമ്പോൾ തന്നെ ആ മുടിയൊക്കെ ആകെ കുഴഞ്ഞ് ആ കണ്ണൊക്കെ ഒരു ആ രീതിയിലാണ് എല്ലാവരും വന്നിരുന്നു. പക്ഷെ നബിത്തങ്ങൾ ഉറക്കണീറ്റ് വരുമ്പോൾ എണ്ണമയുള്ള മുടി, നല്ല ഉണർവോടുകൂടി ആ രീതിയിലാണ് നബിത്തങ്ങൾ ഉണർന്നു വന്നിരുന്നത് രാവിലെ. കൂടുതൽ ഇരുവായത്തോടൊന്നും അതിൽ വന്നിട്ടില്ല. പിന്നെ 12-ാം വയസ്സിലുള്ള സംഭവം വരുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ പിന്നെ
കൂടുതലായിട്ട് എന്തില്ലാന്ന് അബൂത്വാലിബിന്റെ കൂടെ തന്നെയാണ് നബിത്തങ്ങൾ എപ്പോഴും നടന്നത്. ധാരാളം കാര്യങ്ങൾ നബിത്തങ്ങൾ 42ാമത്തെ വയസ്സിൽ 50 വർഷത്തോളൊക്കെ ആയിട്ട് അബൂത്വാലിബിന്റെ കൂടെയാണ് നബിത്തങ്ങളുള്ളത്. തണലായിട്ട് തന്നെ അബൂത്വാലിബായിരുന്നു എപ്പോഴും ഉണ്ടായിരുന്നത്. അബൂത്വാലിബാണെങ്കിൽ ഒരിക്കലും വിട്ടുപിരിയാൻ പറ്റാത്തൊരവസ്ഥയിൽ ഉറങ്ങുമ്പോഴും കിടക്കുമ്പോഴും അപ്പൊ ഒക്കെ നബിത്തങ്ങളെ കൂടെ വേണം എന്നുള്ളൊരു വാശി അബൂത്വാലിബ് ഉണ്ടായിരുന്നു. അത്രയും കൂടുതൽ സ്നേഹിച്ചിരുന്നു സഹോദരപുത്രനെ. തന്റെ പിതാ അബ്ദുൽ മുത്തലിബ് കാണിച്ചിരുന്ന നബിത്തങ്ങൾ കാണിച്ചിരുന്ന് മൂപ്പര് കണ്ടതാണല്ലോ. അതിനനുസരിച്ച് തന്നെ നബിത്തങ്ങളെ പരിഗണിച്ചിരുന്നു എന്നുള്ളത് വലിയ കാര്യമായി ചരിത്രങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞത് 12ാം വയസ്സിലാണ് പിന്നെ ഒരു സംഭവമായിട്ട് വരുന്നത്. അത് ഷാമിലേക്ക് യാത്ര പോകുമ്പോൾ ബഹീറ എന്നിട്ടൊരു പുരോഹിതനെ കാണുന്ന സംഭവം. ഈ ബഹീറായിട്ട് യാത്ര പോകുമ്പോൾ എന്താ ബഹീറ ഇവർ കച്ചവടത്തിന് പോകാണല്ലോ. അപ്പം അതിന് ഇവർക്ക് മുകളിലായിട്ടൊരു മേഘം ഇങ്ങനെ അവരെ പിന്തുടർന്ന് തണൽ നൽകിയിട്ട് എന്താ പിന്തുടർന്ന് കണ്ട് ഇവർക്ക് എന്താ ആദ്യം മനസ്സിലായില്ല. അപ്പോൾ ബഹീറ കണ്ടപ്പോൾ എന്താ ചോദിച്ചാൽ ഇതിലൊരു പ്രവാചകൻ ഉണ്ട്. കാരണം ഇവരെ കിതാബിലൊക്കെ ഒരു പുരോഹിതനാണ്. അപ്പോൾ അവരെ കിതാബിലും പറഞ്ഞിരുന്നു ക്രൈസ്തവ വേദങ്ങളൊക്കെ ഇങ്ങനെ പ്രവാചകന്റെ അടയാളങ്ങൾ വരെ ഉണ്ടെന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടൊക്കെയാണ് ഈ ബഹീറ മനസ്സിലായത്. ബഹീറ മാത്രമല്ല പോണ വഴിക്കുള്ള ഈ ശരിക്കും ഈ ബഹീറ എന്നുള്ള പേര് ആരാന്ന് വെച്ചാൽ വലിയ ചർച്ച ബഹീറ എന്നുള്ളൊരു സ്ഥാനപ്പേരാണോ അത് അദ്ദേഹത്തിന്റെ പേരാണോ അങ്ങനെ പറയാൻ ശരിക്കുള്ള പേര് ജർജീസ് എന്നല്ലേ? അബു മുഹമ്മദ് അസ്ബഹ് എന്ന് പറഞ്ഞൊരു മുസന്നിഫ് മുപ്പത് അൽ ഉദമ എന്ന് പറഞ്ഞ കിതാബിൽ എഴുതിയിട്ടുണ്ട്. അതായത് ഈ ലോകത്തിന്റെ ഉൽപ്പത്തി മുതലേ തന്നെ ആത്മീയപരമായിട്ടും ഭരണപരമായിട്ടും ഓരോ നേതാക്കന്മാരുണ്ടാവും. അങ്ങനെ ധാരാളം നേതാക്കന്മാർ കടന്നു വന്നു. ഇപ്പൊ ബഹീറ ഒരു ആത്മീയപരമായിട്ട് നേതാക്കന്മാര് ആ സമയത്ത് യസ്ദജിർദ് അങ്ങനത്തെ കിസ്ര ചക്രവർത്തി ആ ഭരണപരമായിട്ട് ഓരോ നേതാവാണ് നിൽക്കുന്നത്. ഇത് ചില സമയത്ത് രണ്ടും ഒരാളിന് ഒരുമിച്ച് വരും. അതിന് നിമിത്തങ്ങളിലേക്ക് ബഹീറയുടെ ആത്മീയപരമായിട്ടും യസ്ദജിർദിന്റെ ശരിക്കും നാമം എന്ന് പറയുന്നത്. ഈ ബഹീറ എന്നുള്ളത് സ്ഥാനപ്പേരാണെന്ന് പറയാനുള്ളൊരു കാരണം എന്താ വെച്ചാല് ഈ നേർച്ച ഈ കുറേശ്ശികള് നേർച്ച മൃഗത്തിന്റെ ചെവിയൊക്കെ മുറിച്ചാണ്ട് ഒരു ഒട്ടകത്തിന് ആ ഒട്ടകത്തിന്റെ പേര് ബഹീറ എന്നുള്ള പേരിലാണ് പുരോഹിതന്മാർക്ക് മാത്രമേ അതുകൊണ്ട് ഉപകാരം എടുക്കാൻ പറ്റുള്ളൂ. അതിനുവേണ്ടി വിട്ടയക്കാം പാലൊടിക്കാൻ. അതിന്റെ പുറത്ത് ഗസ്റ്റുകൾക്ക് മാത്രം കയറാൻ പറ്റുള്ളൂ. അങ്ങനത്തെ ഒരു ഇതൊക്കെ. ആ ബഹീറനെ കുറിച്ച് ഖുറാനിലും വന്നിട്ടുണ്ട്. ഈ ബഹീറ എന്നുള്ള ആ നേർച്ച മൃഗത്തിനെ കുറിച്ച് ഒരു മോശം രീതിയിൽ ഖുറാനിൽ പരാമർശിച്ചിട്ടുണ്ട്. അങ്ങനെ പറയുന്നുണ്ട്. ഈ ബഹീറിന്റെ പോണ സാഹചര്യത്തിൽ ഇപ്പോൾ അബൂത്വാലിബ് ഇങ്ങനെ ഷാമിലേക്ക് കച്ചവടത്തിൽ യാത്ര ചെയ്യുമ്പോഴും അപ്പോൾ നബി എന്ത് ചെയ്തു അബൂത്വാലിബിന്റെ ഒപ്പം വരണമെന്ന് വാശി പിടിക്കുന്നതും നബിത്തങ്ങളെ കൂട്ടാണ്ട് പോവുകയായിരുന്നു. നബിത്തങ്ങള് ഒട്ടകത്തിന്റെ പോണ കുതിരയുടെ എടുത്ത് വന്നിട്ട് കരഞ്ഞു കൂട്ടത് എങ്ങോട്ട് പോവാണ് ഞങ്ങക്ക് നിങ്ങളെന്നല്ലേ ഉള്ളൂ, നിങ്ങളിപ്പോ എന്നെ ഇവിടെ ഒറ്റക്കിട്ട് പോവുകയാണോ എന്നുള്ളത് ചോദിക്കുന്നുണ്ട് നബിത്തങ്ങള്. ആ രീതിയിൽ ഒപ്പം കൊണ്ടുപോകുന്ന സമയത്താണ് ഈ മേഘം തണലിട്ട് നൽകണമൊക്കെ ബഹീറ അവിടുന്ന് കണ്ടത്, ആ മഠത്തുനിന്ന് കണ്ടത്. ആ മരത്തണലിൽ എപ്പോഴും വിശ്രമിക്കാറുണ്ട്. പക്ഷെ അങ്ങനെ വിശ്രമിക്കുന്ന സമയത്ത് ബഹീറൊക്കെ ഒരു അത്ഭുതം തോന്നി. ഇങ്ങനെ ഇത്ര മേഘം തണലിട്ടൊക്കെ കുറച്ച് അത്ഭുതങ്ങളൊക്കെ ആ കച്ചവട സംഘത്തിലുണ്ടെന്ന് മനസ്സിലായപ്പോൾ ബഹീറ നേരെ എന്ത് ചെയ്തു, അവിടെ ഒരു വിരുന്ന് സൽക്കാരം പോലെ സാധാരണ അങ്ങനെ നടത്താറില്ല, എന്നാലും കുറേശ്ശികളിൽ എന്തോ ഒരു പ്രത്യേകത ഉണ്ടെന്ന് മനസ്സിലാക്കി ബഹീറ അവിടെ ഉള്ള ഭക്ഷണങ്ങളൊക്കെ ഒരുമിച്ച് കൂട്ടി ഒരു വിരുന്ന് സൽക്കാരം കുറേശ്ശിക്ക് വേണ്ടി നടത്തുകയാണ്. അങ്ങനെ എല്ലാവരെയും വിളിച്ച് വരാൻ പറയും. പിന്നെ ഓരോ കുറേശ്ശി നേതാക്കന്മാരൊക്കെ കടന്നു വരും. മൂപ്പർ ഉദ്ദേശിക്കുന്ന സാധനം കിട്ടാണ്ടാകുമ്പോൾ ചോദിക്കും എല്ലാരും വന്നിട്ടില്ലേ, കുറച്ചാൾക്കാർ ബാക്കി ഉണ്ടാവുമല്ലോ എന്നുള്ള രീതിയിൽ ചോദിക്കുമ്പോ കുറച്ചാൾക്കാർ ഞങ്ങളെ കുറച്ച് കുട്ടികളൊക്കെ ഒട്ടകത്തിനെ നോക്കാൻ വേണ്ടി ഏൽപ്പിച്ചൊക്കെയാണെന്ന് പറയും. അങ്ങനെ എല്ലാരെയും വിളിച്ച് നബിത്തങ്ങളെ കാണുന്നതോടുകൂടി തന്നെ മുമ്പ് എല്ലാ ശ്രദ്ധ നബിത്തങ്ങളിലേക്ക് വരണം. ധാരാളം ചോദ്യങ്ങൾ ചോദിക്കണം, പെട്ടെന്ന് മനസ്സിലാവും അടയാളങ്ങളൊക്കെ ഓരോ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ള എല്ലാ സംസ്ഥാനം നബിത്തങ്ങൾ എങ്ങനെ ഉറങ്ങണത്, നബിത്തങ്ങൾ എങ്ങനെ കിടക്കണത്, ഓരോ കാര്യം നബിത്തങ്ങളെ കുറിച്ച് ചോദിച്ചറിയും. പിന്നെ ഇദ്ദേഹത്തിന്റെ കാര്യപ്പെട്ട ആളാരാന്ന് ചോദിക്കും. അപ്പൊ ഞാൻ എന്റെ മോനാന്ന് പറയും. അബൂത്വാലിബ് പറയും അപ്പൊ അങ്ങനെ സാധ്യയില്ല, കാരണം ഇദ്ദേഹത്തിന്റെ വാപ്പ മരിക്കുന്നു ഞങ്ങളുടെ ഗ്രന്ഥി വന്നിട്ടുണ്ടെന്നൊക്കെ പറയും. ഇത് മോനാൻ സഹോദരപുത്രനാന്നൊക്കെ അങ്ങനെ പറയും. നബിത്തങ്ങൾ കീഴിൽ വന്നപ്പോ എല്ലാ ശ്രദ്ധയും നബിത്തങ്ങളായിരിക്കുകയാണ്. ഇപ്പൊ ഖുറൈശിയിലെ വലിയ വലിയ നേതാക്കളും അബൂത്വാലിബിന്റെ യാത്ര പോകാൻ അത്രയും നല്ല നല്ല ആൾക്കാരല്ലേ, ഇവരൊക്കെ ഉണ്ടാവുമ്പോൾ ഈ കുട്ടീൻ്റെ അടുത്തേക്ക്
ശ്രദ്ധ തിരിക്കുന്നത്. അതൊക്കെ ആ കുറേശ്ശികൾ അത്ഭുതത്തോടെ അത്ഭുതത്തോടെ വീക്ഷിച്ചിരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ ചോദ്യം ചോദിക്കുമ്പോൾ തന്നെ ചോദിക്കണ ചോദ്യത്തിൽ ബഹീർ അങ്ങനെ ഞാൻ ലാത്തനെയും ഉസ്സനെയും വെച്ച് ചോദിക്കാണ് സത്യം ചെയ്ത്. അടയാളങ്ങളായിട്ട് മൂപ്പർക്ക് മനസ്സിലാവണമല്ലോ ഇങ്ങനെയൊക്കെ അടയാളങ്ങൾ ഉണ്ടെന്ന്. അപ്പൊ സത്യം അവര് പരീക്ഷിക്കുന്ന രൂപത്തിൽ ലാത്തനെയും ഉസ്സനെയും സത്യം ചെയ്തുകൊണ്ടാണ് ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുക, ഇതിന് ഉത്തരങ്ങൾ പറയണം എന്ന് പറയുമ്പോൾ നബിത്തങ്ങൾ അപ്പം തന്നെ പറയുന്നുണ്ട് ലാത്തനെയും ഉസ്സനെയും 12 വയസ്സുള്ളൂ ആ സമയത്താണ് പറയുന്നത് ലാത്ത ഉസ്സ ഇവരെ കൊണ്ട് ഞാൻ വിശ്വസിക്കണില്ല. ഇവരെ ഏറ്റവും കൂടുതൽ വെറുക്കണ ഞാൻ ഈ ലാത്ത ഉസ്സ എന്നുള്ള ബിംബങ്ങളാണെന്ന്. ആ 12-ാം വയസ്സിൽ അത്രയും ജഹാലത്ത് വീണ കാലത്ത് നബിത്തങ്ങൾ അങ്ങനെ പറഞ്ഞിരുന്നു, വിഗ്രഹങ്ങളെ വെറുത്തിരുന്നു എന്നുള്ളത് അപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ വാക്കുകളോടൊക്കെ. പിന്നെ ചോദ്യം മാറ്റമുണ്ട്. ഏകയിലെ അതിനോട് സത്യം ചെയ്യണ്ടെങ്കിലും എനിക്ക് നിബിത്തങ്ങളെ സത്യം ചെയ്യണ്ടേ അതിനനുസരിച്ച് ഇവിടെ ഇവര് ബഹീറ ഉപര പുരോഹിത കേന്ദ്രങ്ങളിലൊക്കെ എന്നെ ഒരു നബി വരും എന്ന് പറയുന്നുണ്ട്. അപ്പൊ അബൂ താലിബ് ചോദിക്കുന്നുണ്ട് നബി ആരാണ്. കാരണം ഖുറൈശിക്ക് അധികം വിവരമൊന്നുമില്ല, ഒരു വേദഗ്രന്ഥങ്ങളൊന്നും പഠിച്ചിട്ടൊന്നുമില്ല. പക്ഷെ ബഹീറ ജൂതനാണെന്നും ക്രൈസ്തവനാണെന്നൊക്കെ അഭിപ്രായമുണ്ട്. ഇയാള് അങ്ങനെയാണ് ഉപയോഗിക്കാറ് ബഹീറിനെ കുറിച്ച്. ഈ നബി ആരാണ്, നബിയുടെ വിശേഷങ്ങളൊക്കെ പറയുമ്പോ അബൂ താലിബ് നബിത്തങ്ങളൊരു നോട്ടം നോക്കുന്നുണ്ട്. നബിത്തങ്ങൾ തിരിച്ചു പറയുന്നുണ്ട് ഇതിലൊന്നും നിഷേധിക്കാൻ പാടില്ല, കാരണം അള്ളാഹ് എല്ലാത്തിനും കഴിവുള്ളവനാണെന്ന് നബിത്തങ്ങൾ പറഞ്ഞിട്ട് അങ്ങനെ മറുപടി പറയുന്നുണ്ട്. അബൂ താലിബ് മറ്റേ ബഹീറയുടെ ചെവിയിൽ ബഹീറ അബൂ താലിബ് ചെവി പറയുന്നുണ്ട് ഇവൻ ജൂതന്മാരടുത്തേക്കൊന്നും കൊണ്ടുപോകണ്ട, അവർ കണ്ടവനെ പിടിച്ചോണ്ട് പോകും. കാരണം അവരുടെ ആഗ്രഹം എന്ന് പറയുന്നത് അവരുടെ ഇസാഖ് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിരുന്നു ഇസാഖ് നബിയുടെ പരമ്പരയിൽ ഒരു പ്രവാചകനെ അവർ ആഗ്രഹിക്കണേ. അപ്പം ഇവരെ ആ പരമ്പരയില്ലല്ലോ, അപ്പം കണ്ടവരെ പിടിച്ചുകൊണ്ട് പോകുന്നൊക്കെ പറയുന്നുണ്ട്. ഈ സംഭവത്തെ പറ്റിയാണ് ബഹിരായിട്ടുള്ള ഈ ചെറിയൊരു അത്ഭുതകരമായിട്ടുള്ള കാര്യമാണ്. അപ്പം ഇതിനെ പറ്റിയാണ്ട് ഈ വില്യം പോലെ ലിസ്റ്റാണ്, പിന്നെ ഒരു ഫ്രഞ്ച് ക്രിസ്ത്യൻ ഹിസ്റ്റോറിയനായിട്ടുള്ള കാര ഡെറോസ് അദ്ദേഹത്തിൻ്റെ ഒരു ബുക്കുണ്ട്. അത് ഖുർആന്റെ രചയിതാവ് എന്നാണ് ആ ബുക്കിന് പേരെടുത്തത്. ഇത് ഈ വിഷയക്കാരാണ് വരുന്നത്. അദ്ദേഹം പറഞ്ഞ എന്താന്ന് വെച്ചാല് ഈ ബഹീറ നബിത്തങ്ങൾ അന്ന് പോയ സമയത്ത് ബഹീറ നബിത്തങ്ങൾക്ക് ഖുറാനെ കുറിച്ച് പറഞ്ഞെടുത്തു, ഖുറാനുള്ള കാര്യങ്ങൾ പറഞ്ഞെടുത്തു. അങ്ങനെ ഖുറാന് നബി ഉണ്ടാക്കിയതാണെന്നുള്ള രൂപത്തിലാണ് അദ്ദേഹത്തിന്റെ ബുക്കിൽ പറഞ്ഞത്. അത് ലോജിക്ക് വെച്ച് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും. കാരണം ഒരു തമ്മിൽ സംസാരിച്ചിട്ടുള്ളൂ. അത് നബിത്തങ്ങൾ വർഷങ്ങൾ 12-ാം വയസ്സ് ആ സമയത്താണ് ബഹീറിനോട് ഈ സംഭവം നടക്കുന്നത്. ഇത് കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞ ശേഷമാണ് അവിടെ മക്കയിൽ ഇതേപോലെ ദിവ്യ വെളിപ്പാട് നബിത്തങ്ങൾക്ക് ഉണ്ടാവുന്നത്, നുബുവത്ത് ലഭിക്കുന്നത്. ഇതൊക്കെ നോക്കുമ്പോൾ ലോജിക്കൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇതൊക്കെ വെറും പൊള്ളവാദങ്ങൾ. സാഹിത്യം നോക്കണമെങ്കിൽ തന്നെ നമുക്ക് മനസ്സിലാക്കും. അത്ര അറബികൾ സാഹിത്യത്തിൽ അത്ര അറബികൾ എന്നെ അത്ഭുതപ്പെടുന്ന കാര്യം തന്നെ ബഹീറ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമല്ല. പക്ഷെ നബിത്തങ്ങൾ ഉണ്മയായിരുന്നു. അത് വേദഗ്രന്ഥങ്ങൾ പിടിക്കുകയാണെങ്കിൽ നബിത്തങ്ങൾക്ക് അത് വായിക്കാനാണോ പോലും പറയുന്നുണ്ട്. നല്ല എടുത്ത് പറയുന്നുണ്ട് യൂനിസാണോ പല സ്ഥലങ്ങളുണ്ട്. ഫുർഖാനില് 5-ാമത്തെ ഫുർഖാൻ ഇൻതസഹ ഇത് കോപ്പി അടിച്ച് ചെയ്താന്നുണ്ട്. ഇത് അവരെ ഗ്രന്ഥത്തിൽ നിന്ന് കോപ്പി അടിച്ച് ചെയ്തിട്ടാണ് നോക്കി ചെയ്തിട്ടാണ്. പിന്നെ പുരോഹിതന്മാര് വിളമേലും സഹായിച്ചിട്ടുണ്ടാവും. രാവിലും മനപ്പാടാക്കാൻ വേണ്ടിട്ട് അതിനായിട്ടുള്ള അപ്പൊ അതൊക്കെയാണ് അത് ഈ വളരെ സാധനം പറയുന്നുണ്ട്. എന്നിട്ടാണ് ഇവർ ഈ ഓറിയന്റിസ്റ്റിൽ ഈ അടുത്ത കാലത്ത് ഈ സാധനം പിന്നെയും കൊണ്ടുവരുന്നത്. ഈ വാദം ഒരു പൊള്ളയ വാദങ്ങൾ തന്നെ നമുക്ക് പറയാൻ പറ്റും, കാര്യമൊന്നുമില്ല അങ്ങനത്തെ കാര്യങ്ങൾ. ഇതാണ് ബഹിരായിട്ടുള്ള സംഭവം. ഇതിനെ ചിരിക്കുന്ന ഐതിഹ്യങ്ങൾ. അതായത് ഇതിനെ ഹദീസ്, അതായത് ഇസ്ലാമിക രൂപത്തിൽ നോക്കണമെങ്കിൽ മുർസലായ ഹദീസാണ്. മുർസൽ വെച്ചാൽ സ്വഹാബാക്കളിൽ നിന്ന് എന്തായാലും സ്വീകരിക്കപ്പെടുന്ന ഹദീസാണ്. കാരണം ഇമാം റസീൽ തങ്ങൾ ഉദ്ധരിക്കുന്നുണ്ട്. കാരണം ഇത് നേരെ പോണത് അലി റളിയല്ലാഹു അൻഹു മൂപ്പരെ പിതാവായിട്ടുള്ള അബൂ താലിബ് ഉദ്ധരിക്കുന്ന ഹദീസായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പം സ്വഹാബാക്കളായിട്ടുള്ള ആൾക്കാരുന്ന് മുർസല ഹദീസ് നമ്മൾ സ്വീകരിക്കുന്ന എന്തായാലും സ്വീകാര്യമാണല്ലോ. അതുകൊണ്ട് ഈ ഹദീസ് സ്വീകാര്യമാണ്. ഇവിടെ തന്നെ ബഹീറ നബി അബൂ താലിബോട് പറയുന്നുണ്ടല്ലോ കുട്ടി ഗുണ്ടാണെന്ന്. അവിടെ തുർമുദി ഇമാമിൻ്റെ തുർമുദിയിൽ പറയാന്ന് വെച്ചാൽ നബിത്തങ്ങളെ അബൂബക്കർ റളിയല്ലാഹുവിൻ്റെയും ബിലാൽ റളിയല്ലാഹുവിൻ്റെ ഒപ്പം പറഞ്ഞയക്കണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ട്. ഒരപ്പം തന്നെ മടങ്ങിപ്പോയി, അല്ല പെട്ടെന്ന് തന്നെ കച്ചവടം കഴിച്ചിട്ട് അതിനുശേഷം മടങ്ങിപ്പോയി. പല അഭിപ്രായങ്ങളും ഇവിടെ കാണുന്നുണ്ട്.
പിന്നെ അതിന് ശേഷം പൊതുവെ പകല് ഞങ്ങളും പിന്നെ സിദ്ദീഖുകളും ഇവരൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്. ഇവൻ കുട്ടികൾ, അതായത് നബിന്റെ പ്രായക്കാരായിട്ടുള്ള 2-3 കുട്ടികളും ഈ കച്ചവട സംഘത്തിൽ ഉണ്ടായിരുന്നു. അവരെല്ലാവരും കൂടി നബിനെ തിരിച്ചയച്ചപ്പോൾ അവരെല്ലാവരും കൂടി ഒരുമിച്ച് തിരിച്ചു പോയി എന്നാണ്. പിന്നെ ഇതേപോലെ തന്നെ ഷാമിലേക്ക് രണ്ടാമത്തെ ഒരു യാത്ര എന്ന് ചെറുതായിട്ട് രൂപത്തിൽ പറയുന്നത് 20-ആം വയസ്സിലെങ്ങാണ്ട് അബൂബക്കറിന്റെ കൂടെ 18-ആം വയസ്സിൽ 18-20 അതിന്റെ റിവായത്ത് അത്ര സ്വഹീഹല്ല. ഞങ്ങൾ പറയുന്നത് ഈ രണ്ടാമത്തെ യാത്ര ശരിയാണെങ്കിൽ അത് അബൂ താലിബിനോടല്ലാതെ അബൂബക്കറിനോടൊക്കെയുള്ള വേറെ യാത്ര ആയിരിക്കുള്ളൂ. പറയുന്നുണ്ട് ഖദീജ ബീവിന്റെ ആ കച്ചവട യാത്രന്റെ മുമ്പ് ഒരു യാത്ര കൂടി നടത്തിയിരുന്നു എന്നുള്ളത് പിന്നെ സല്ലല്ലാഹു പറഞ്ഞിട്ടുണ്ട് എന്നുള്ള റിവായത്ത് കാണാമായിരിക്കും. അപ്പോൾ ഇതാണ് 12-ാം വയസ്സുള്ള ബഹിറായിട്ടുള്ള സന്ദേശം. അപ്പോൾ പിന്നെ വരുന്ന ഈ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ അബൂ ത്വാലിബിന്റെ സാമ്പത്തിക അവസ്ഥ വലിയൊരു മെച്ചപ്പെട്ടതൊന്നല്ലായിരുന്നു. പിന്നെ നബിതങ്ങൾ അബൂ ത്വാലിബിനെ സഹായിക്കാൻ ഇത്രയും കാലം സംരക്ഷിച്ച് നടന്നാണല്ലോ, എന്തെങ്കിലുമൊക്കെ തിരിച്ചു കൊടുക്കണം എന്നുള്ള ഒരു രീതിയിലാണ്. എന്തുകൊണ്ട് അജപാലക വൃത്തി അല്ലെങ്കിൽ ആട്ടിടയത്വം കുറച്ചധികം കാലം ആടിനെ മേയിച്ച് നടക്കുന്നുണ്ട്. നബിത്തങ്ങള് സഹീഹുൽ ബുഖാരി തന്നെ നബിത്തങ്ങളെ ഹദീസായിട്ട് മുത്തഫഖ് അലൈഹി ഹദീസുകളൊക്കെ ഉണ്ടല്ലോ. നബിത്തങ്ങൾ പറയുന്നുണ്ട് എല്ലാ നബിമാരും ആടിനെ മേയിച്ചിട്ടുണ്ട്. മൂസാ നബി എന്താ ആടിനെ മേയിച്ചിട്ടുണ്ടെങ്കിൽ മൂസാ നബിക്ക് പ്രവാചകത്വം കിട്ടിയത്. ആ വടി മൂസാനബിയുടെ ആ വടിയുടെ ചരിത്രം ഉണ്ടല്ലോ. ആ വടി എന്തിനു ഉപയോഗിക്കുന്നതിന് മുമ്പ് ഞാൻ ആടിനെ മേയ്ക്കാൻ ഉപയോഗിക്കും, ഇല പറിക്കാൻ. ദാവൂ നബിക്കും ഇങ്ങനെ ആട് മേയിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പ്രവാചകത്വം കിട്ടിയെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതുപോലെ നബിക്കും ഈ ആട് മേയിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രവാചകത്വം കിട്ടിയത്. എല്ലാ നബിമാരും ആട് മേയിച്ചിട്ട് തന്നെയാണ്. ഈ ആട് മേയിച്ച് കഴിഞ്ഞ ശേഷമാണ് നുബുവത്ത് കിട്ടിയിട്ടുള്ളത് കാണുന്നത്. സഹീഹുൽ ബുഖാരിത്തെ ആ ഹദീസ് തന്നെ പറയുന്നുണ്ട്. നബിത്തങ്ങളോട് സഹാബാക്കൾ ചോദിക്കേണ്ടപ്പ നബിത്തങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ നബിമാർക്ക് പ്രവാചകന്മാരൊക്കെ ആട് മേച്ച് എന്തെന്ന് പറയുമ്പോൾ നബിത്തങ്ങളോട് ചോദിക്കുന്നുണ്ട്, നബിത്തങ്ങൾ എന്ത് ചെയ്തിക്കണോ, ആട് മേച്ചിക്കണോ? നബിത്തങ്ങൾ പറയുന്നുണ്ട് ഞാനും മേച്ചിട്ടുണ്ട്. ഇതിന്റെ സഹീഹുൽ ബുഖാരിയുടെ ഷറഹായിട്ടുള്ള ഫത്ഹുൽ ബാരിയിൽ ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങൾ അത് എന്തുകൊണ്ടെന്ന് പറയുന്നുണ്ട്. കാരണം അതൊരു പ്രായോഗികവൽക്കരണമാണ്. ഇനി വരാനുള്ള ഒരു തലമുറയെ എങ്ങനെ നിയന്ത്രിക്കണം ആടിന്റെ മൃഗങ്ങൾ നമ്മൾ പറഞ്ഞു കേട്ട് അതിനനുസരിച്ച് പോകേണ്ട ടീമൊന്നുമില്ല. അപ്പോൾ എന്തായാലും കൂട്ടം തെറ്റി പോണ ഒരു വിഭാഗം ഉണ്ടാവും അല്ലേ? അതിനൊക്കെ ഇങ്ങോട്ട് പോകും. അതിനൊക്കെ ഒരുമിച്ച് നയിക്കുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ക്ഷമ വേണ്ടതാണ്. അപ്പോൾ ഇതിനെങ്ങനെ ക്ഷമിച്ച് കൈകാര്യം ചെയ്യുക. പിന്നെ അതിലിപ്പോൾ ഈ ചെന്നായ്ക്കളെ വേട്ട ഇതൊക്കെ സംരക്ഷിക്കണം. ഇതിനെ സംരക്ഷിക്കുമാണ് ഇതിന് പോവാതെ അങ്ങനെ ഒരു ക്ഷമന്റെ അങ്ങേയറ്റമാണത്. ഇപ്പൊ കാലത്തൊരു പൈലറ്റ് സർവേ എന്നൊക്കെ പറയല്ലേ, സർവേ നടത്തിനേക്കാണ് മുമ്പ് അതിന്റെ ഒരു ചെറിയ രൂപത്തിൽ. പിന്നെ ഈ ഹൈക്കലിലൊക്കെ പറയുന്നത് ഈ ആടുമേക്കൽ കൊടുത്തല്ലോ. ആടുമേക്കൽ ചെയ്തതെന്ന് വെച്ചാൽ ഈ ഒരു ഇതാവല്ലോ അള്ളാഹുവിനറിയാം. ഇത് ഈ പ്രവാചകത്വം കൊടുക്കണല്ലോ. അപ്പോൾ ഈ അള്ളാഹുവിനറിയാം അല്ലെങ്കിൽ നുബുവത്ത് കിട്ടണ മുമ്പ് എന്താ ഈ മുമ്പേ തന്നെ ഒരു കാര്യം എങ്ങനെ കാര്യം കൺട്രോൾ ചെയ്യുക, അങ്ങനത്തെ കാര്യത്തിന് വേണ്ടിയാണ്. ഇതൊക്കെ ഇതിനുള്ളിലായിട്ട് വരും. കൺട്രോൾ ചെയ്യാൻ അത് ലീഡർഷിപ്പിന്റെ ക്വാളിറ്റി ആയിട്ട് ഹൈക്കൽ ഉദ്ദേശിക്കണം. കാലത്ത് നബിതങ്ങൾ സമുദായത്തിനെ നയിച്ചു കൊണ്ടുപോയ കാര്യം ആലോചിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിനൊക്കെ ഒരു നബിതങ്ങളെ വഫാത്തിന്റെ ശേഷം പിന്നെ എത്രത്തോളം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ ആലോചിച്ച് മനസ്സിലാവും. നബിതങ്ങൾ അത്രയും വലിയ സമുദായത്തിനെ എങ്ങനെ നയിച്ചു കൊണ്ടുപോയി അതിനൊക്കെ ഉള്ളൊരു മുന്നൊരുക്കായിരുന്നു ഈ ആടുമേക്കലിലൂടെ നടന്നത് എന്നുള്ളത്. പിന്നെ ഈ സമയത്തിന് അള്ളാഹു നബിതങ്ങൾ സംരക്ഷിച്ച കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഈ സമയത്ത് ആടുമേക്കുന്ന സമയത്ത് കൂട്ടുകാർ കളിതമാശയ്ക്ക് പോകും, കള്ളുകൂടി അങ്ങനത്തെ സമയത്ത് പോകുമ്പോൾ എന്താ നബിതങ്ങളും ഒരു ദിവസം വിചാരിക്കും എനിക്കെന്ത് പോയിക്കൂടാ എന്ന് വെച്ചിട്ട് നബിതങ്ങളും ദിവസം പോകും. വേറെ ആളെ ഏൽപ്പിച്ചിട്ട് ആടുകളെ ഏൽപ്പിച്ചിട്ട് എന്താ പോകും. പക്ഷേ ആ സമയത്ത് പോകണമെങ്കിൽ എന്തൊരു കല്യാണ സൽക്കാരം കാണുമ്പോൾ അവിടെ കൂടിയിരുന്ന് അപ്പോൾ അവിടെ അത് കണ്ട് അവസാനം അവിടെ നിന്ന് ഉറങ്ങിപ്പോവും. അപ്പോൾ അത് കളിതമാശയ്ക്ക് പോയില്ല, അള്ളാഹു അവിടെ നിന്ന് സംരക്ഷിച്ച്. പിന്നെ ഒരു ദിവസം കൂടി എന്താ നബിതങ്ങൾ ഞാൻ ഇന്നെങ്കിലും എനിക്ക് പോകണമെന്നുണ്ട് എന്താ വീണ്ടും പോകും. പക്ഷെ ആ സമയത്തും ഇങ്ങനത്തെ സംഭവം ഉണ്ടായിട്ട് കിടന്നു എത്തി അള്ളാഹു സംരക്ഷിച്ച്. ഔറത്ത് വെളിവായി കഴിഞ്ഞാൽ ബോധം കെട്ടില്ല. ഈ മറ്റേ കഅബന്റെ പുനരുദ്ധാരണ സമയത്ത് കല്ല് ചുമന്നിരുന്നു നബിതങ്ങൾ. അപ്പോൾ ആ സമയത്ത് ഈ ചെറിയ പ്രായമാണല്ലോ, അപ്പോൾ കൂട്ടുകാർ ഒരുമിച്ച് നിൽക്കുന്ന നബിതങ്ങളും കൂട്ടുകാരനും മാത്രം നിൽക്കുന്ന സമയത്ത്
കുഴപ്പമില്ലല്ലോ. ഉടുമുണ്ട് എടുത്തുകാണ്ട് ഈ കല്ലിങ്ങനെ വെക്കണോടത്ത് ചുമലിൽ കയറ്റി വെക്കുന്ന പറയുന്നത്. നടന്നു പോയാണ്. കാരണം ആ കാലത്ത് ഇപ്പൊ വലഞ്ചിനെ പറ്റി പറയുന്നല്ലോ, നെക്കിനായിട്ട് വലഞ്ചി. അപ്പം ആ സമയത്തൊക്കെ നബിത്തങ്ങള് വസ്ത്രം അയച്ച് വസ്ത്രം അയക്കണ സമയത്ത് തന്നെ ബോധം കെട്ട് വീണിരുന്നു. അപ്പം എന്താ ഇതിന് കാരണം എന്ന് ചോദിക്കുമ്പോൾ അള്ളാഹ് ഇതിനെനിക്ക് തടയിട്ടിട്ടുണ്ട്, ഞാൻ ഒരിക്കലും നഗ്നനായി കാണാൻ പാടില്ല, നിന്നോട് ആരൊക്കെ പറയുന്നുണ്ട്. ആ രൂപത്തിലൊക്കെ ചെറിയ പ്രായത്തിൽ നബിത്തങ്ങൾ പ്രതികരിച്ചിരുന്നു എന്നുള്ളത് കാണാൻ സാധിക്കും. പിന്നെ ഇതുപോലെ സംഭവം ഉണ്ട്. അബൂ താലിബ് അബൂ താലിബിനെ സംരക്ഷിക്കുന്ന കിടക്കാൻ നബി തങ്ങൾ വസ്ത്രൂരി കിടക്കാൻ പറഞ്ഞു. കാരണം ആ കാലത്ത് അത്ര ചൂടൊക്കെ ആണല്ലോ, അപ്പൊ ഇരുട്ടാണ്, ഒന്നും കാണയില്ല. ഇതോടെ വസ്തു കുഴപ്പമുണ്ടാവില്ലല്ലോ. ആദ്യമൊക്കെ നബി തങ്ങൾ എന്തായാലും നിരസിക്കും. നബിത്തങ്ങൾക്ക് വലിയ താല്പര്യം ഉണ്ടാവില്ല. പക്ഷെ അബൂ താലിബിന്റെ വാക്കല്ലേ, നിരസിക്കാൻ പറ്റൂലല്ലോ. ഇങ്ങനെ തിരിഞ്ഞടക്കിയാ മാറ്റിട്ട് മാറ്റട്ടെ. അവിടെ മാറ്റി കിടക്കും. കുറച്ച് അബൂ താലിബ് ഇങ്ങനെ തൊട്ട് വെക്കുമ്പോൾ ഒരു പട്ടിന്റെ മേലെ മിനുസമുള്ള ഒരു വസ്ത്രം ധരിച്ച് കിടക്കണല്ല. അങ്ങനത്തെ ഈ അബൂതാലിബിന്റെ ശേഷം വരുന്നത് പിന്നെ ആ സമയത്താണ് എന്ത് അബ്ദുൽ ഫിജാറും ഈ ജാഹിലിയ്യ നബി വളർച്ചയുടെ കാലത്തുള്ള വലിയ വലിയ നായികല്ലുകളാണ് അതൊക്കെ. ഖുറൈശി ഗോത്രം, പിന്നെ കൈസ് ഗോത്രം, കിനാന ഗോത്രം, പിന്നെ കൈസ്, അയിലാന്ന് പറഞ്ഞാണ്ട് ഹവാസിൻ ഗോത്രത്തിൽപ്പെട്ട ഉപഗോത്രങ്ങളും തമ്മിലാണ് ഇത് നടക്കുന്നത്. അതായത് നബിത്തങ്ങളെ 15-ാം വയസ്സ് മുതൽ 26-ാം വയസ്സ് വരെ അത്ര കാലം നീണ്ടിക്കുണ്ടെങ്കിലും ആ യുദ്ധങ്ങളെല്ലാം ചിലപ്പോ എല്ലാ കാലങ്ങളിലും ഉണ്ടായിക്കൊള്ളുന്നില്ല. 4 ഘട്ടമായിട്ട് അങ്ങാണ്ടാണ് നടന്നത്. അതായത് 4ാമത്തെ ഘട്ടത്തിലാണ് യുദ്ധങ്ങൾ ശരി ഇപ്പൊ നടക്കുന്നത്. 4ാം ഘട്ടം ഈ ഹർബൽ ഫിജാർ പേര് നമുക്ക് മനസ്സിലാവല്ലോ, തെമ്മാടികളുടെ യുദ്ധം. അക്കാലത്തും ചില മാസങ്ങളിൽ ഈ യുദ്ധം നിഷിദ്ധമാക്കപ്പെട്ടിരുന്നു. നിഷിദ്ധമാക്കപ്പെട്ട മാസങ്ങളിൽ പോലും ഇവര് യുദ്ധം ചെയ്തിരുന്നു. അതായത് നുഅ്മാൻ മുൻദിർ എന്ന് പറഞ്ഞ ഒരു കച്ചവടക്കാരൻ അതിൻ്റെ ആൾക്കാരെ ഒക്കാല് ചന്തയിൽ താമസിപ്പിച്ചു. അതിന്റെ പേരിൽ 2 ഗോത്രക്കാർക്ക് ഇടയിൽ തർക്കമുണ്ടായി. പിന്നെ എത്ര വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന യുദ്ധങ്ങളിലേക്ക് സഹായിക്കാൻ വേണ്ടി നബി അമ്പ് തുറക്കണം. നബിത്തങ്ങൾക്ക് വലിയ റോൾ ആ യുദ്ധത്തിൽ ഉണ്ടായിരുന്നില്ല. പക്ഷെ അമ്പ് പെറുക്കി കൊടുക്കുക, നിശ്ചിത അമ്പുകൾ പെറുക്കിക്കാണ്ട് പിന്നെ അവർക്ക് തിരിച്ചറിയ ഉപകാരപ്പെടുമല്ലോ എന്നുള്ള രൂപത്തിൽ അങ്ങനത്തെ ചെറിയ പണികളൊക്കെ നബിത്തങ്ങൾക്ക് ഉണ്ടായിരുന്നു. നബിത്തങ്ങൾ പറഞ്ഞായിട്ട് ഞാൻ അമ്പുകൾ പറക്കി കൊടുക്കുമായിരുന്നു. അത് ഞാൻ ചെയ്തില്ലായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് നബിത്തങ്ങൾ പറയണ്ടേ. കാരണം നബിത്തങ്ങളെ പിതൃവിനെ സഹായിക്കേണ്ട ഒരു കാര്യമാണല്ലോ അത്. ഹർബിഫിച്ചാർ പങ്കെടുത്തു എന്നുള്ളത് വ്യക്തമായി പറയാൻ പറ്റൂലെങ്കിലും പിതൃവന്മാരെ സഹായിക്കാൻ വേണ്ടി ചെയ്തു ആ രീതിയിലേ പറയാൻ പറ്റുള്ളൂ നമുക്ക്. ഹർബിൽ ഫിഷാർ ഇതൊക്കെ ഒരു കാരണമാണെങ്കിൽ പറയാം. ഈ ഹെൽഫുൽ ഉണ്ടാവാനുള്ള അതിനോടൊരു എത്തിപ്പെടാനുള്ള ഒരു കാരണം. അതായത് ഇപ്പൊ 4 വർഷം ശേഷമല്ലേ 4 വർഷം സുബൈദ് ഗോത്രത്തിൽപ്പെട്ട ഒരു കച്ചവടക്കാരൻ എന്ത് ചെയ്ത് മക്കയിലേക്ക് വരാണ്. അങ്ങനെ മക്കയിലേക്ക് എത്തിയതിനു ശേഷം മൂപ്പര് കച്ചവട സാധനങ്ങൾ ആസിബ് എന്ന് പറഞ്ഞ കാലത്തെ പ്രധാനപ്പെട്ട ഒരു നേതാവ് മൂപ്പർക്ക് വെക്കുന്നു. പക്ഷെ അതിന് പകരം നൽകുന്ന സാധനങ്ങൾ മൂപ്പര് നൽകാണ്ടായി. അങ്ങനെ ധാരാളം സമയം ഖുറൈശി നേതാക്കന്മാരോടൊക്കെ ഈ സുബൈദ് ഗോത്രത്തിൽപ്പെട്ട ആളിങ്ങനെ ഈ കാര്യം ചർച്ച ചെയ്യുന്നുണ്ട്. എനിക്ക് ഇന്നത്തെ കിട്ടാനുണ്ട്, ഇതൊക്കെ ലഭിക്കാനുണ്ട് ആസിബ് മാലിന്റെ അടുത്തുനിന്ന്. പക്ഷെ ഒരു നേതാവായതുകൊണ്ട് ഓരോ അത്ര കാര്യമാക്കാത്തൊരു കാര്യമായിരുന്നു. അങ്ങനെ ജബൽ അബി ഖുബൈസുമ്മ കയറിയിട്ട് മൂപ്പര് കവിത ആലപിക്കുന്നുണ്ട്. ഞാൻ ഖുറൈശി നാട്ടിൽ വന്ന് ഇത്ര മഹത്വമുള്ള കാബയുടെ നാട്ടിൽ വന്ന് ഞാൻ കച്ചവടം നടത്തി, പക്ഷെ എനിക്ക് കിട്ടേണ്ടത് ലഭിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ കേൾക്കുമ്പോൾ നബി തങ്ങളുടെ പിതൃവ്യൻ ആയിട്ടുള്ള സുബൈർ ബിൻ അബ്ദുൽ മുത്തലിബ് മൂപ്പരുടെ നേതൃത്വത്തിലാണ് അബ്ദുല്ലാഹ് ബിൻ ജുദ്ആൻ എന്ന് പറയുന്ന ആളെ വീട്ടിൽ ഒരുമിച്ച് കൂടിയിട്ട് സഹാബാക്കളിൽപ്പെട്ട പിൽക്കാലത്ത് സഹാബാക്കളായ ആൾക്കാർ അബൂബക്കർ റളിയല്ലാഹുവിനൊക്കെ ഹെൽഫുൽ ഫദ്ലിൽ പങ്കെടുത്തിട്ടുണ്ടല്ലോ. എനിക്ക് ചുവന്നൊട്ടകം അറിയാനെക്കാട്ടും എനിക്കിഷ്ടം ഇതിൽ പങ്കെടുത്താന്ന് പറയുന്നുണ്ട്. കാരണം അത്ര ജാലത്തിൽ നിന്ന് ഒരു സമുദായത്തിന് ഇത്ര വലിയൊരു കാര്യം സംഭവിക്കുക എന്നുള്ള വലിയ കാര്യം തന്നെയാണ്. നല്ലൊരു തീരുമാനത്തിൽ ഒരു എത്തി എന്നുള്ളത്. ഇതാണ് പിന്നെ അബൂതാലിബിന്റെ ഒപ്പം ജീവിച്ച കാലത്ത് വരുന്നത്. പക്ഷേ ഈ സമയത്തൊക്കെ നബിക്ക് ഖുറൈശികളുടെ ഇടയിലല്ല, മൊത്തത്തിൽ ആ മക്കക്കാരുടെ ഇടയിൽ തന്നെ എന്തായിരുന്നു നല്ല പേരും നബിന്റെ സ്വഭാവം. നിബിതങ്ങളെ പേരിനേക്കാളും കൂടുതലാണ് മൊത്തത്തില് എല്ലാവരുടെയും പ്രശസ്ത മുഹമ്മദ് എന്നുള്ള പേരിനെക്കാളും കൂടുതൽ അൽ അമീൻ എന്നുള്ള പേരിന് നബിതങ്ങൾ നല്ല അറിയപ്പെട്ടിരുന്നു. 25-ാം വയസ്സിലും കണ്ട അൽ അമീൻ പേര് സെഡിലോട്ട് എന്ന് പറഞ്ഞ ചരിത്ര ഹിസ്റ്ററി അറബിൽ പറയുന്നുണ്ട്.
കാരണം നബിത്തങ്ങളെ ആ അറബികൾക്കിടയിൽ കാണിച്ച സത്യസന്ധത അതൊക്കെ കാരണം മുപ്പര അഭിപ്രായമാണത്. 25-ാം വയസ്സിൽ അങ്ങനെ അല്ലമീന്ന് വിളിക്കപ്പെട്ടു എന്ന്. പിന്നെ വില്യം ഇത് സമ്മതിക്കുന്നുണ്ട്, എൻ്റെ ലിസ്റ്റും ഇത് സമ്മതിക്കുന്നുണ്ട് വില്യം എന്നുള്ള ലിസ്റ്റ്. പിന്നെ വേണം ബ്രിട്ടാനിക്ക എൻസൈക്ലോപീഡിയ എന്നുള്ളത്. അപ്പം അവരിത് അല്ലമീൻ എന്ന് പറഞ്ഞു, പക്ഷെ അവർ പറഞ്ഞത് ഈ ആമിനയുടെ പുത്രനായതുകൊണ്ട് അല്ലമീൻ എന്നാണ്. അപ്പോൾ അത് നോക്കിയാൽ ഭാഷയായിട്ടൊരു ബന്ധമില്ല നമുക്ക് പറയാൻ കഴിയുള്ളൂ. നമ്മൾ നേരത്തെ നമ്മളെ പോഡ്കാസ്റ്റിൻ്റെ പേരിലേ നമ്മൾ പറഞ്ഞു അല്ല് എന്നുള്ള ഇതിൻ്റെ അർത്ഥം എന്താണ്, ഒരു പേരിനോട് വരുമ്പോൾ എന്താണുള്ളത്. ഇത് അമാനത്ത് എന്നുള്ള സിഫത്താണ് അമീൻ എന്നുള്ളത് അല്ലേ. അത് തീർച്ചയായിട്ടും ഉണ്ട്. ഇല്ലേ ഉള്ള ഒരാൾക്ക് അങ്ങനെ പേര് വെക്കുകയാണെങ്കിൽ അല്ലമീൻ വരിക എന്നുള്ള നമ്മൾ ഓൾറെഡി തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ട്. സ്വഭാവങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ അറിയാം നല്ല സത്യസന്ധ, ഒരിക്കലും കളവ് പറയാത്തൊരു ആളായിരുന്നു നബിത്തങ്ങള്. തമാശയിൽ പോലും കളവ് പറഞ്ഞിട്ടില്ല എന്നവര്. അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോ പിന്നെ അല്ലമീനുള്ള പേര് അങ്ങനെ കിട്ടിയതാവാൻ വഴിയുള്ളൂ. അതാ പിന്നെ ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങളൊക്കെയാണ് മുമ്പ് നമ്മൾ പറഞ്ഞത് കഴിഞ്ഞ വീഡിയോയില് ദിവസങ്ങളോളം നബിത്തങ്ങൾ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഒരു സ്ഥലത്ത് കച്ചവടം നടത്തിയിട്ട് ബാക്കി പൈസ കൊടുക്കാൻ ആളിപ്പോൾ വരാന്നാണ് പോയി. പക്ഷേ 2-3 ദിവസം കഴിഞ്ഞിട്ട് ആൾക്ക് ഓർമ്മ വന്നു, ഞാൻ നബിതങ്ങളെ വെയിറ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ടല്ലോ എന്ന്. ആൾ തിരിച്ചു വരുമ്പോൾ നബിതങ്ങൾ അവിടെ തന്നെ ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ എനിക്ക് ഇത്തിരി കൂടി വിഷമം ഉണ്ടാക്കിയില്ലോന്ന് നബിതങ്ങൾ പറയണ്ടായിരുന്നു. ആ കാര്യത്തിൽ ഒരു ചെറിയൊരു കാര്യമായിട്ട് മാത്രമേ കണ്ടുള്ളൂ, ഇത്രയും വെയിറ്റ് ചെയ്യിപ്പിച്ചിരുന്നാലും ആ വിശ്വസത്തോടെ കീപ്പ് ചെയ്ത് നബിതങ്ങൾ വലിയൊരു കാര്യമായി. ഇങ്ങനെ നബിതങ്ങൾ മക്കാരുടെ ഇടയിൽ ഇത്രയും പ്രശസ്തനായിരിക്കണം. ആ ചെറിയ പ്രായത്തിൽ തന്നെ അല്ലെ ഒരു 20-25 വയസ്സിൻ്റെ ഉള്ളിൽ തന്നെ ഇത്രയും നല്ലൊരു പേര് ഉണ്ട്. ഇതാണ് പിന്നെ ഖദീജ ബീവിയിലേക്ക് എത്തുന്നത്. ഖദീജ ബീവിനെ നമുക്കറിയാം അവിടുത്തെ ആ കുറേശ്ശി കൂട്ടത്തിൽ തന്നെ നാട്യവും കുലീനയും വ്യാപാര സ്ത്രീയാണ്. സാധാരണ കുറേശ്ശികളിലൊരു വനിതക്കും ഇത്രയും സ്ഥാനങ്ങൾ വരാറില്ല, ഉണ്ടാവാറില്ല. കാരണം പെണ്ണുങ്ങൾ അത്രയും മുതൽ നിസ്സാരവൽക്കരിച്ചിട്ടൊരു കാലമാണല്ലോ. പക്ഷെ അന്നത്തെ കാലത്തും ഇങ്ങനെ ഹദീജബിക്ക് ഇങ്ങനെ വളരാനും ഇങ്ങനെ ഹദീജബിന് മെയിനായിട്ട് കച്ചവടങ്ങളായിരുന്നു. ഹദീജബി നേരിട്ട് പോലല്ല, ഒരു വിശ്വസ്തനായ ഒരാളെ കൊണ്ടുപോയി ഷാമ് അങ്ങനത്തെ സ്ഥലത്തൊക്കെ പോയി കച്ചവടം ചെയ്യും. നല്ല ലാഭം കിട്ടിയൊരു കാലമായിരുന്നു. ഈ സമയത്താണ് ഹദീജബിക്ക് മൈസറ എന്നുള്ള അടിമയിലൂടെ ഇങ്ങനെ നബിനെ പറ്റാനുള്ള വിവരം കേൾക്കുന്നതും. അൽ-അമീൻ ഒരാള് ഉണ്ട്, ഇങ്ങനെ അത്യാവശ്യം വിശ്വസ്തത സത്യസന്ധത ഒക്കെ ഉള്ള ഒരാളാണ്. മൂപ്പരങ്ങനെ കച്ചവടത്തിന് വിട്ടാൽ നല്ല ലാഭം ഉണ്ടാവാൻ സാധ്യത ഉണ്ട് എന്നുള്ളത് കേട്ട് അങ്ങനെ അബൂത്വാലിബിന്റെ അന്നത്തെ കാലത്തെ ഒരു ദാരിദ്ര്യാവസ്ഥ ഒക്കെ നബിത്തങ്ങൾക്ക് കച്ചവടത്തിനോട് ഇങ്ങനെ അത്ര താല്പര്യമില്ലാത്തൊരു വ്യക്തിയാണ്. അബൂതാലിബിന്റെ നിർബന്ധ ബുദ്ധി കാരണം നബിത്തങ്ങൾ ഇതിന് മുന്നിട്ടിറങ്ങി എന്റെ സഹോദരപുത്രൻ നീ നല്ലതും വരട്ടെ എന്നുള്ള ആഗ്രഹത്തിലാണ് അബൂതാലിബ് അങ്ങനെ അയച്ചത്. കാരണം പിന്നെ അബൂതാലിബിന്റെ അന്നത്തെ അവസ്ഥ മനസ്സിലാക്കാം. അങ്ങനെ നബിത്തങ്ങൾക്ക് ഇരട്ടി പ്രതിഫലമാണ് സാധാരണ ഒരാൾക്ക് കൊടുക്കണേക്കാട്ടി. ഒരാൾക്ക് ഓരോ ഒട്ടകം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പ്രതിനിധിയായി പോയി കച്ചവടം കഴിഞ്ഞ് വരുമ്പോൾ ഒരു ഒട്ടകം കൊടുക്കുന്ന സ്ഥാനത്ത് നബിത്തങ്ങൾക്ക് ഇരട്ടി പ്രതിഫലമാണ്. രണ്ടാളും പ്രതീക്ഷിച്ചിരുന്നില്ല, നബിത്തങ്ങൾ പ്രതീക്ഷിച്ചിരുന്നില്ല, ഖദീജബിയും പ്രതീക്ഷിച്ചിരുന്നില്ല ഇങ്ങനത്തെ ഒരാളെ കിട്ടുമെന്ന്. ഖദീജബിയും അങ്ങനെ വാഗ്ദാനം ചെയ്യുന്നു. അങ്ങനെ നബിത്തങ്ങൾക്ക് നല്ല രീതിയിൽ ബോധിച്ചു. മൈസറിന്റെ കൂടെ അങ്ങനെ ആ കച്ചവട യാത്രയിൽ ഖദീജബിക്ക് വന്നതിലേറെ ഏറ്റവും കൂടുതൽ ലാഭം കിട്ടിയത് അതിലാണ്. യാത്രയിൽ തന്നെ അത്യാവശ്യം അത്ഭുതങ്ങൾ മൈസറ കണ്ട് അത്ഭുതപ്പെടുന്ന കാര്യങ്ങളാണ്. മേഘ എപ്പോഴും ഇങ്ങനെ തണലിട്ട് കൊടുക്കുക. മനസ്സിലാക്കി എന്റെ ഒപ്പം ഉള്ളത് ഒരു സാധാരണക്കാരനല്ല എന്നുള്ളത്. അതുപോലെ തന്നെ പണ്ട് യാത്രയില് 12 ദിവസത്തെ യാത്രയില് ബഹീറ കണ്ടു പറഞ്ഞല്ലോ. ആ ബഹീറിനെ കാണാൻ മഠത്തിലെത്തിയ ബഹീറ മരിച്ചു. പിൻഗാമിയായിട്ട് വേറൊരു നെസ്തോർ എന്ന പേരുള്ളൊരു ആളായിരുന്നു ആ മഠത്തിന്റെ അധിപനായിട്ടുണ്ട്. മൂപ്പര് ഇതേപോലെ തന്നെ നബിതങ്ങൾ കണ്ടിട്ട് മൈസറിനെ വിളിച്ച് പറയുന്നുണ്ട്, ആ മരച്ചോട്ടിൽ വിശ്രമിക്കുന്ന ആളുണ്ടല്ലോ, മൂപ്പര് ഇനി ഭാവി കാലത്ത് ഈ ലോകത്തിന്റെ തന്നെ നേതാവാനുള്ള ഒരാളാണ്, മൂപ്പര് ഒരു പ്രവാചകനാണെന്നുള്ളത് മൈസറൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. മൈസറത് കേട്ട്, കാരണം നെസ്തോർ വലിയ മഠ അധിപതിയൊക്കെയാണ്, നല്ല വേദജ്ഞാനങ്ങളൊക്കെ ഉള്ള ഒരാളാണ്. അത് കേട്ട് മൈസറ വിശ്വസിക്കുകയും അത്യാവശ്യം അത്ഭുതത്തിൽ തന്നെ, കാരണം മൈസൂർ കുറെ കാര്യങ്ങൾ കണ്ടിട്ടുണ്ട് ഈ മേഘം തണലിട്ട് കൊടുക്കുക. അവിടെ ഷാമിലെത്തിയതിനു ശേഷം കച്ചവട സ്ഥലത്ത് എത്തിയതിനു ശേഷം നബിതങ്ങൾ കച്ചവടത്തിൽ കാണിച്ച സത്യസന്ധത. കച്ചവടത്തിന്റെ ഇടയിൽ തന്നെ ഒരു കാര്യം പറയണ്ടല്ലോ, ഒരു ചങ്ങായിനെ ചെറിയൊരു ഉടക്ക് വരും ഇടക്ക് കച്ചവടത്തിന്റെ ഇടയിൽ. അപ്പൊ ലാത്തനെ ഹുസൈനെ വെച്ച് ഞാൻ സത്യം ചെയ്യുന്നു എന്നുള്ള അങ്ങനെ ഒരു ആ ചങ്ങായി പറയും. അങ്ങനെ ഉറക്കിയ ആള് നബിതങ്ങളോട് പറയും, ലാത്തനെ ഹുസൈനെ വെച്ച് ഞാൻ സത്യം ചെയ്യുന്നു. പിന്നെ നബിതങ്ങൾ പറയും, ഈ രണ്ടാൾക്കാരെ കുറിച്ച് ഞാൻ വിശ്വസിക്കണില്ല കേട്ടോ. അത് കേട്ട് ആ ഉടക്കാൻ വന്ന ചങ്ങായിനെ പറയണ്ടേ,
അദ്ദേഹത്തിനെ കുറച്ച് വേദജ്ഞാനമൊക്കെ ഉള്ള ഒരാളായതുകൊണ്ട് അദ്ദേഹം മത്സരം വിളിച്ച് പറയുന്നുണ്ട് ഇദ്ദേഹം ഭാവിയിൽ പ്രവാചകനാവേണ്ട ആളാണ്, ഇദ്ദേഹത്തിനൊപ്പം കൂട്ടുകൂടിയാൽ നല്ലതായിരിക്കും, ആ രീതിയിൽ മത്സരനോട് പറയുന്നുണ്ട്. പ്രവാചകന്റെ അടയാളങ്ങളൊക്കെ ഞാൻ ഇദ്ദേഹത്തിൽ കാണുന്നുണ്ട്. കാണുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് എന്തായാലും ഈ ഒരു ഇരട്ടി ലാഭം, അത് 10 മടങ്ങ് ലാഭം എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇങ്ങനെ ഈ ലാഭം ഇതൊക്കെ ആയിട്ട് വരുന്ന സാഹചര്യം വേണ്ട ഹൈക്കല്ല് അങ്ങനെ പറയുന്ന സാഹചര്യം നോക്കുന്നുണ്ട്. അപ്പോൾ ഖദീജ ബി മാളിക വീടിന്റെ മേലെയായിരുന്നു. അങ്ങനെ നിബിധങ്ങള് ഈ കച്ചവടത്തിന്റെ കിട്ടിയ ലാഭവും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഒട്ടകപ്പുറത്ത് വരുന്നതും, ആ ഒട്ടകപ്പുറത്ത് വരുമ്പോ മേലൊരു മേഘം നിമിത്തങ്ങള് മെല്ലെ മെല്ലെ ഇങ്ങനെ വരുന്ന സമയത്ത് മേഘവും മെല്ലെ മെല്ലെ മന്ദം മന്ദം അങ്ങനെ നീങ്ങി പോണ സാഹചര്യം ആ തോഴിമാരൊക്കെ ഒത്ത് മേൽക്കൂരയില് നിക്കണ ഖദീജ ബീവി കാണുന്നത്. ഇത് കാണാൻ വേണ്ടിട്ട് ഖദീജ ബീവി നബിത്തങ്ങൾ ഒന്നും കൂടെ കോട്ടയ്ക്ക് പോയിട്ട് തിരിച്ചറിയാൻ വേണ്ടി ഉറപ്പിക്കാൻ വേണ്ടി സ്വാഭാവികമാണല്ലോ. അപ്പോൾ പിന്നെ അത് വന്നിട്ട് ഈ കച്ചവടത്തിനെ പറ്റാണ്ട് വിവരിച്ചു കൊടുക്കുമ്പോഴൊന്നും ഖദീജ ബീവിന്റെ ജീവിതത്തിലാണെന്ന് തോന്നുന്നു. അത് ഞാൻ അതൊന്നും കേട്ടിട്ടില്ല, അത് എനിക്കതൊന്നും ശ്രദ്ധിക്കാനുള്ള സാധ്യതയല്ല വന്നേ. ഈ നബിൻ്റെലായിരുന്നു മുഴുവൻ ശ്രദ്ധിക്കുന്നത്. പക്ഷെ നിങ്ങൾ ആ ലാഭം അത്രയും കിട്ടിയിരുന്നു. ഇപ്പോൾ ഇങ്ങനെ ഇതിലൊക്കെ ഖദീജാബിക്കൊരു ചായ്വ്, നബിയിലേക്കുള്ളൊരു ചായ്വ് ഉണ്ടായിരുന്നു. ഇതിന് മുമ്പ് സംഭവം ഉണ്ട്, ഒരു പുരോഹിതന് ഈ ഇവരെ നാട്ടിൽ വന്നിട്ട് ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ നാട്ടിൽ ഒരു പ്രവാചകൻ വരും, അപ്പോൾ ആരാണ് ഈ പ്രവാചകനായിട്ട് കടപ്പറ പങ്കിടാൻ താല്പര്യമുള്ളതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം എല്ലാവരും ഈ പുരോഹിതൻ എന്താ കളിയാക്കിയും ചെരുവാലൊക്കെ അവരാണ് കളിയാക്കി എറിയുന്നത്. പക്ഷേ ഖദീജ ബീവിക്ക് ഒരു അത്ഭുതം തോന്നിയെങ്കിലോ ആ രീതിയിലൊരു ചിന്ത ഖദീജ ബീവിക്ക് തോന്നി. അതിനുള്ള ആഗ്രഹം ആദ്യമൊക്കെ അന്നത്തെ ഉടലെടുത്തിരുന്നു എന്നുള്ളത്. എൻ്റെ കുടുംബത്തിലെ പുരോഹിതനായ വർക്കത്ത് നൗഫലിനോട് ഇങ്ങനെ പറയും, അദ്ദേഹം പറയും അങ്ങനെ ഒരു പ്രവാചകൻ വരും എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഇങ്ങനെ ഈ അടയാളങ്ങൾ പറഞ്ഞപ്പോൾ അത് പ്രവാചകൻ തന്നെ ആയിരിക്കും എന്നുള്ള ആൾക്കും വാക്ക് പറയുന്നത്. അപ്പോൾ ഇതിലൊക്കെ നോക്കിയാൽ ഖദീജാബിൻ്റെ അപ്പുറത്തെ അവസ്ഥ പറഞ്ഞാൽ വിധവയാണ്. മുമ്പ് 2 വിവാഹത്തിനൊന്നും കൂടുതൽ കാലം നിന്നില്ല, പെട്ടെന്ന് തന്നെ ആ ഭർത്താക്കന്മാർ മരിച്ചുപോയി, മക്കളുണ്ടല്ലോ. പിന്നെ അതിന് ശേഷം ഈ മറ്റേ പ്രമുഖന്മാരൊക്കെ ഖദീജാബിൻ്റെ അടുത്ത് വന്നു, പക്ഷെ അതൊക്കെ നിരസിച്ചു. ഇങ്ങനത്തെ ഒരു സാഹചര്യം കിട്ടുകയാണെങ്കിൽ അതായിരിക്കുമല്ലോ ബെറ്റർ എന്നുള്ള ആൾക്ക് തന്നെ കാത്തിരിക്കുന്നതാണ്. പിന്നെ അതിന് വേണ്ട ഖദീജാബി നിബിധങ്ങളിലേക്ക് ആളയക്കണതും വിവാഹാലോചന നടത്തുന്നതൊക്കെ നിബിധങ്ങൾ നടന്നു പോകുന്ന സമയത്ത് നഫീസാന്നുള്ള അടിമ സ്ത്രീ തോഴിയൊക്കെ വന്നിട്ട് നിബിധങ്ങളോട് ചോദിക്കുന്നുണ്ട്. നിബിധങ്ങളോട് അന്നത്തെ കാലത്ത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു യുവാവ് എന്ന് പറയും. സമ്പത്തൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ലാത്ത, സമ്പത്തില്ലെങ്കിലും സൗന്ദര്യത്തിൽ അറിയപ്പെട്ട അല്ലെങ്കിൽ പേര് അറിയപ്പെട്ട ഇതൊക്കെ കൊണ്ടാണ് നഫീസ് ഒന്ന് ചോദിക്കണ്ടേ നിങ്ങൾക്ക് ഇങ്ങനെ കല്യാണം കഴിക്കാൻ കല്യാണപ്രായം പ്രായമായിട്ടില്ല എന്നല്ല, എനിക്ക് അതിനിപ്പം സമയമായിട്ടില്ല, അതിനുള്ളതൊന്നും എൻ്റെ ഇല്ല, സമ്പത്തുണ്ടായിട്ടൊന്നും ഇല്ല എന്നുള്ള ആൾക്ക് പറയുന്നുണ്ട്. അതൊക്കെ ഒത്തു വന്നാലോ അങ്ങനെ ഒരാൾ ആക്കാനുണ്ടോ, അപ്പോൾ അതാരാന്ന് ചോദിക്കുന്നു നിബിധങ്ങളൊക്കെ. അപ്പോൾ ഖദീജയാണ് കിട്ടുമോ ഞങ്ങൾക്ക് അത്ര പ്രതീക്ഷ ഒന്നും ഉണ്ടാകുന്നില്ല. കാരണം ഞങ്ങൾ 15 വയസ്സ് മൂപ്പുള്ള ഒരു സ്ത്രീയാണ്, സ്ത്രീക്ക് ഇങ്ങനെ താല്പര്യം ഉണ്ടാവുമോ, അതെ. പിന്നെ സമ്പന്നയും സ്റ്റാറ്റസ് ഒക്കെ ഉള്ള ഒരു സ്ത്രീ, ഒരു കുലീനത, തോന്നിറന്നറിയപ്പെട്ട സ്ത്രീയൊക്കെയാണല്ലോ, എന്നോട് ഒരിതുണ്ടാവുമോ, വിവാഹത്തിനുള്ള താല്പര്യം ഉണ്ടാവുമോ, സംശയത്തോടെ ചോദിക്കണ്ടേ ഇതൊക്കെ നടക്കുമോ. കാരണം അബൂതാലിബായിരിക്കും ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിട്ടുണ്ടാവുക. കാരണം വിത്തങ്ങൾ നല്ലൊരു വഴി എത്തിപ്പെടാന്നുള്ള മൂപ്പർ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നല്ലോ. അബൂതാലിബിന്റെ ഒരു മോൾഡ് ഫക്കീത്ത എന്ന് പറഞ്ഞു, മുഹാനി എന്ന് പറഞ്ഞു, വിത്തങ്ങളെ വിവാഹാലോചന നടത്തിയിരുന്നു ആ സമയത്ത്. അബൂതാലിബ് പറഞ്ഞേ ഇപ്പൊ വേണ്ട, എനിക്ക് അതിനുള്ള പ്രായം പക്വത ആയിട്ടില്ല, പിന്നെ മക്സൂം ഗോത്രത്തേക്കാണ് മുഹാനിനെ കെട്ടിച്ചുകൊടുക്കുന്നത്. പിന്നെ വിത്തങ്ങൾക്ക് ചെറിയൊരു നീരസ് ഈ സംഭവത്തിൽ ഉണ്ടായിരുന്നു. അപ്പൊ അതിനൊരു പരിഹാരം കൂടി കാണല്ലോ എന്ന് വെച്ചിട്ടാണ് അബൂതാലിബ് പെട്ടെന്ന് ഖദീജ ബീവി ഇങ്ങനെ പറയുമ്പോ നടത്തി കൊടുക്കണത് ഒരു ഉത്തരവാദിത്തമാണല്ലോ. അബൂതാലിബും പുത്രനും കൂടി ഉണ്ടായിരുന്നു. അബൂതാലിബാണ് ഇതിന് മുന്നിട്ട് ഇറങ്ങിയിട്ട് ഇതിന്റെ വിവാഹാലോചന നടത്തിയിട്ടും പിന്നെ വിവാഹം നടത്തണതും അബൂതാലിബൊക്കെ ആ സമയത്ത് സംസാരിച്ചെന്നൊക്കെ പറയാം. അവിടെ പോയി സംസാരിച്ചു അവിടുത്തെ കാര്യങ്ങള് അമ്ര എന്നുള്ള ഒരാള് നൗഫലിനെ പറ്റി പറയണ്ടല്ലോ, മൂപ്പരുണ്ട്. പിന്നെ ഖദീജാബിന്റെ മരിച്ചു എന്നാണ് പ്രബലമായിട്ടുള്ള അഭിപ്രായത്തിലുള്ളത്. നല്ല പ്രായമായിരുന്നു, അബ്ദുൽ മുത്തലിബിന്റെ ഒക്കെ എന്താ നല്ല സുഹൃത്തായിരുന്നു എന്ന് പറയുന്നത്. അതിന് അദ്ദേഹത്തിന്റെ പ്രായം എത്രത്തോളം ഉണ്ടാവുമെന്ന് നമുക്ക് കാണാൻ നോക്കാം.
അപ്പോൾ ഇങ്ങനത്തെ ഉള്ള സാഹചര്യത്തിലേക്കാണ് ഇങ്ങനെ കല്യാണാലോചനയും ആയിട്ടൊക്കെ വരുന്നത്. ഈ കല്യാണത്തിനെ പറ്റിയാണ്ട് പലരും പല വിമർശനങ്ങളായിട്ട് വരല്ലേ. പ്രണയവിവാഹല്ലേ, പ്രണയം പറ്റൂല എന്ന് പറഞ്ഞു ആ രീതിയിലൊക്കെ ഇവിടെ നോക്കേണ്ടത് ഖദീജ ബീവിക്ക് അങ്ങനെ ഒരു ആഗ്രഹം വന്നു, ഖദീജ ബീവി ആളയച്ചു നടത്തട്ടെ എന്നുള്ള അല്ല നബിക്ക് അത് വരേണ്ടതില്ല. നബി ആ കച്ചവടത്തിന് വേണ്ടിയാണ് ഖദീജ ബീവിനെ പരിചയപ്പെടുന്നത്. അതിൻ്റെ ഉടനെ തന്നെ ഇങ്ങനെയാണ്. അപ്പോൾ ഇങ്ങനെ പ്രണയിച്ച് നടന്നു ഇതൊക്കെ പറയുന്നത് സമയം അവിടെ ഉണ്ടായിട്ടില്ല. താല്പര്യം എന്ന സമയത്ത് തന്നെ പെട്ടെന്ന് സംസാരിച്ചു, ഒപ്പം തന്നെ കല്യാണം നടത്തുകയും ചെയ്തു. അതിന്റെ പ്രണയിച്ച് നടന്നു, അതിനുള്ള സമയം അവിടെ ഉണ്ടായിട്ടില്ല. പിന്നെ പറയാനല്ലേ, അതായത് സമ്പത്ത് നോക്കിയിട്ടാണ് ഖദീജ ബീവിന്റെ സമ്പത്തും സ്ഥാനമൊക്കെ ഇതൊക്കെ ആഗ്രഹിച്ചിട്ടാണ് നബി വിവാഹം ചെയ്തതെന്ന് പറഞ്ഞു. അപ്പം അത് നോക്കുകയാണെങ്കിൽ അതിനൊരു ചാൻസും ഇല്ലാത്ത കാര്യമാണ്. ധാരാളം വഴികളുണ്ട് ഇതിനേക്കാൾ സമ്പത്ത് ലഭിക്കാനുള്ള ധാരാളം വഴികളുണ്ട്. ഖദീജ ബീവിനെ വിവാഹം ചെയ്തു, അതിന് ശേഷം ചെയ്യാനുള്ള ആ സമ്പത്തൊക്കെ കിട്ടി ഇത് വെച്ചിട്ട് ഇന്നടുത്ത കച്ചവടത്തിന് പോയി അത് ഇരട്ടിപ്പിക്കുക. നബി ഓൾറെഡി ഇരട്ടിപ്പിച്ചല്ലോ, അതിനുള്ള കൈ ലഭിക്കുന്നുണ്ട്. ഇത് ചെയ്യുക അതൊന്നല്ല നബി ചെയ്തത്. നബി ചെയ്തത് ഉള്ള സമ്പത്ത് ആവശ്യമുള്ളത് യൂസ് ചെയ്യുക, അത് കഴിഞ്ഞാൽ പിന്നെ ചെയ്യുക, പിന്നെ നല്ല കാര്യങ്ങൾക്കായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പം അങ്ങനത്തെ ലക്ഷ്യമാണെങ്കിൽ വിവാഹം മാത്രമല്ല, വിവാഹത്തിന് ശേഷമുള്ള പ്രവർത്തനങ്ങളൊക്കെ നോക്കിയാൽ നബിൻ്റെ ജീവിതം മൊത്തം ഇങ്ങനത്തെ പ്രവർത്തനങ്ങളായിരുന്നു. ഇതൊക്കെയാണ് വിവാഹത്തിൻ്റെ വിമർശനങ്ങളായിട്ട് പറയാറും അതിനുള്ളത്. പിന്നെ ഇതിനൊക്കെയാണ് ഖദീജ ബീവിയും നബി തങ്ങളുമുള്ള ആ വിവാഹബന്ധം. അത് ഖദീജ ബീവി മരിക്കണത് വരെ നബി തങ്ങൾ മറ്റൊരു വിവാഹം കഴിച്ചിട്ടില്ല. അപ്പം അങ്ങനെ നല്ലൊരു ബന്ധമായിരുന്നു നബി തങ്ങൾക്ക്. അത് പറഞ്ഞാൽ നബി തങ്ങൾ അനാഥനായി നിൽക്കുകയായിരുന്നു, അബൂതലിബിൻ്റെ സംരക്ഷണത്തിലാണ്. അതിന് ശേഷം ഖദീജ ബീവിനെ കിട്ടുന്നത് അതൊരു ഖദീജ ബീവി ഭാര്യയായിരുന്നു, ഉമ്മയായിരുന്നു ഒക്കെ പറയുന്നത് ഞങ്ങൾ തന്നെ. സഹോദരിയായിട്ടാണ് എല്ലാത്തിലും എല്ലാ ആവശ്യഘട്ടത്തിലും നബിതങ്ങൾക്ക് അത്രയും പരിപാലിച്ച് പരിഗണിച്ച് നിന്നൊരു സ്ത്രീയായിരുന്നു കാലത്ത്. ഈ ഞങ്ങളെ ഭാര്യമാരെ ആയിഷബിനോടെ ഘട്ടത്തിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഖദീജ കുറിച്ച് ഖദീജ ഉണ്ടായിരുന്നു ആ രീതിയിൽ ഇവർ പറയുമ്പോൾ ഖദീജ മാത്രമേ ഭാര്യയായിട്ട് ഉണ്ടായിട്ടുള്ളൂ. ഖദീജയുടെ ആണ്ടിന്റെ അന്ന് നബിത്തങ്ങള് ആടിനൊക്കെ അടുത്തിട്ട് കൂട്ടുകാരികൾക്ക് കൊടുക്കുമായിരുന്നു. പിന്നെ ഖദീജ ബീവിനായിട്ട് നബിതങ്ങൾക്ക് കിട്ടുന്ന 4 മക്കളാണ് കിട്ടുന്നത്. 6 മക്കളുണ്ടായിട്ടുണ്ട്. ഫസ്റ്റ് കാസിം എന്നുള്ളത് ജീവിതാവസാനം ഒരു അബുൽ കാസിം എന്നുള്ള നിബിധങ്ങൾ ആകെ അബുൽ കാസിം നിബിധങ്ങൾ മാത്രം വിളിക്കപ്പെടാണ് നിബിധങ്ങൾ ആഗ്രഹിച്ചിരുന്നത്. അപ്പോൾ ഈ കാസിം 2 വയസ്സാവുന്നതിന് മുമ്പ് തന്നെ സൈനബ് എന്നുള്ളൊരു മോളുണ്ടായി. റുഖയ്യ, ഉമ്മു കുൽസൂം, പിന്നെ ഫാത്തിമ. ഒരു അബ്ദുള്ള എന്നുള്ളൊരു മകൻ ഉണ്ടായിരുന്നു. പക്ഷെ പെട്ടെന്ന് തന്നെ ജനിച്ച ഉടനെ തന്നെ മരിക്കുന്ന ഒരു അവസ്ഥ തന്നെ നമുക്കുണ്ടായിരുന്നു. ഇങ്ങനെ ഈ ആൺമക്കളൊക്കെ മരിച്ചപ്പോൾ ഖദീജ ബീവിക്കുള്ള മാനസികാവസ്ഥനെ പറ്റി പറയുന്നത്. ഖദീജ ബീവി അന്നും ഞാനൊക്കെ ആരാധിച്ചു പോകുന്ന ഒരു വിശ്വാസം. ഇങ്ങനെ എവിടെയും ഒരു നമുക്കിപ്പോൾ എന്തെങ്കിലും സങ്കടം വന്നാൽ അത് ആരോടെങ്കിലും തുറന്ന് പറയാം, ഇല്ല ഇങ്ങനെ ഒന്ന് ഇതുവാക്കുക, അതൊക്കെ നമുക്ക് മനസ്സിന് റാഹത്തിട്ടുള്ളത്. ഖദീജ ബീവി കാബിൻ്റെ അടുത്തൊക്കെ പോയിട്ട് ദൈവം ഇനി എന്തിനാണ് പരീക്ഷിക്കണേ എന്നുള്ള നിലക്കൊക്കെ ദുആ ചെയ്യണതായിട്ടൊക്കെ പറയുന്നത്. ഈ ഒരു കാലഘട്ടത്തിലായിട്ട്, അതായത് 30-35 ആയിട്ട് ആ ഒരു കാലഘട്ടത്തിലായിട്ടാണ് സെയ്ദ് ബിൻ ഹാരിസ എന്നുള്ളൊരു അടിമക്കുട്ടീനെ ഖദീജ ബീവി എന്ത് ചെയ്യുന്നത് ഞങ്ങൾക്ക് സമ്മാനമായി കൊടുക്കുന്നത്. അതായത് ഹാക്കിം എന്നുള്ള ഖദീജ ബീവിൻ്റെ സഹോദര പുത്രൻ്റെ സഹോദരപുത്രൻ കല്യാണ സമയത്ത് ഖദീജ ബീവി ഗിഫ്റ്റായി കൊടുത്തതായിരുന്നു ഞാൻ ചെയ്തത്. ഈ സെയ്ദിനെ നബിതങ്ങൾക്ക് ഓൾറെഡി ഒരു അടിമയുണ്ട്, ഉമ്മൈമനെ കല്യാണ സമയത്ത് നബിതങ്ങൾ മോചിപ്പിക്കുന്നുണ്ട്. ഇതും കൂടി കണ്ടിട്ടാണ് ഈ സെയ്ദിനെ ഒരു അടിമയെ ഒരു സമ്മാനമായി അടിമക്കുട്ടീനെ ഖദീജ ബീവി കൊടുക്കണത്. നബിതങ്ങൾക്ക് സെയ്ദിനെ നല്ല രീതിയിൽ നബിതങ്ങളെ പരിഗണിച്ചിരുന്നു. മകന്റെ സ്ഥാനത്ത് തന്നെ നബിതങ്ങളെ സെയ്ദിനെ കണ്ടിരുന്നു. അത് ഒരു ചരിത്രം ഉണ്ടല്ലോ, ഓരോ ഹജ്ജിന് വേണ്ടിയിട്ട് സെയ്ദ് തന്നെ ശരിക്കും അവൻ ഉമ്മത്ത് യാത്ര ചെയ്യുന്ന സമയത്ത് അത് കൽബ് ഗോത്രം തൊയ്യ് ഗോത്രം, അപ്പോഴും കൽബ് ഗോത്രം വഴി ഹാത്തിമത്തോയുടെ തൊയ്യ് ഗോത്രമൊക്കെ വെച്ചാണ്. അങ്ങനെ ഒരു വലിയ പരമ്പരയൊക്കെയാണ്
കൽബ് പിതാവിന്റെ നാട്ടിലേക്ക് ഉമ്മാടൊപ്പം പോണ സമയത്ത് ഒരു ഗോത്രം കച്ചവട കൊള്ള സംഘം വന്ന് പിടിച്ചിട്ട് അങ്ങനെ ഒരു കവച്ചന്തയിൽ കൊണ്ടുപോയി വെക്കുകയാണ്. സമയത്താണ് ഹാക്കിമ് സത്യവീര സഹോദരൻ പുത്രന് ഈ ചെയ്തിനെ വാങ്ങുന്നത്. ഹാരിസ് ഹാരിസിന്റെ പിതാവ് ഈ സമയം എല്ലാ സ്ഥലത്തും മക്കയിലുണ്ട് എന്നുള്ളൊരു വാർത്ത കേട്ട് അത് പറയുന്നത് ഈ ഹജ്ജിന് നടത്തുന്നുണ്ട്. ചെയ്തൊരു കവിത ഒക്കെ അയച്ചു കൊടുക്കും. എല്ലാ ഹാരിസ് എല്ലാ നാട്ടിലേക്കും പോകുന്ന കച്ചവട സംഘത്തോടൊക്കെ പറഞ്ഞേക്കെ എൻ്റെ മകൻ്റെ വിഷയങ്ങളൊക്കെ ആയിട്ട് മക്കത്തെ മക്കയിലുണ്ടെന്ന് മനസ്സിലാവും. ഹാരിസ് മാലിക് എന്നുണ്ട് ഹാരിസിന്റെ സഹോദരൻ. നബിത്തങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ട്. എന്നിട്ട് നബിത്തങ്ങളോട് നിങ്ങൾ പ്രവാചകനല്ലോ, ഈ പാവപ്പെട്ടവർക്ക് അശരണക്ക് ഇങ്ങനെ ബഹുമാനം നൽകുന്നത്, ഇങ്ങനെയൊക്കെ നബിത്തങ്ങൾ കുറേ വിശേഷങ്ങൾ വെച്ചിട്ട് നബിത്തങ്ങൾ ഹാരിസിനെ പറ്റി ചെയ്തിരുന്നതിനെ പറ്റി ചോദിക്കുന്നുണ്ട്. എനിക്ക് വിട്ടു തരുമോ, എത്ര പൈസ നബിത്തങ്ങളോട് പറഞ്ഞ മറുപടി എന്താ വെച്ചാല്, ഞാൻ ചെയ്തിനെ നിങ്ങളിപ്പോ ചെയ്ത് ഇപ്പൊ ഇന്റെ കൂടെ നിൽക്കണമെന്നുണ്ടെങ്കിൽ ഓന്റെ അഭിപ്രായം എന്താണ് അതനുസരിച്ച് മാനിക്കാം. നിങ്ങളെ കൂടെ വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വിട്ടുതരാം, ഒരു പൈസ എനിക്ക് തരേണ്ട ആവശ്യമില്ല. അവനെ നിർബന്ധിക്കില്ല തിരഞ്ഞെടുക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ ഓന്റെ വാക്കിനെ ഞാൻ അനുസരിക്കാൻ പറ്റുള്ളൂ, അല്ലാതെ എനിക്കൊന്നും ചെയ്യും. പിന്നെ ചെയ്ത് വരുമ്പോ ഹാരത്ത് ചോദിക്കും, ചെയ്തിനോട് നിട്ടങ്ങൾ ചോദിക്കും ഇതൊക്കെ ആരൊക്കെയാണ് ചോദിക്കുമ്പോ എന്റെ വാപ്പയും എന്റെ അളാപ്പയാണെന്ന് പറയും. മാലിക് ഹാരിസ് ഇപ്പൊ ഓരോ കൂടെ പോവാൻ താല്പര്യമുണ്ടോ ഇല്ലേ ചോദിക്കുന്നുണ്ട്. ചെയ്ത് പറയും, ഞാൻ നിങ്ങളെ നിങ്ങളോട് പറയാണ്, ഞാൻ നിങ്ങളെ മേത്ത് കുറച്ച് പ്രത്യേകതകളൊക്കെ കാണുന്നുണ്ട്, നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ ഇവിടെ തന്നെ നിൽക്കണുള്ളൂ, ഞാൻ എൻ്റെ വാപ്പാൻ്റെ കൂടെ ഇത്ര കാലം സ്വന്തം പിതാവിനെ വിട്ടുവരുന്ന ഒരു കുട്ടി എങ്ങനെ പറയാനുണ്ടെങ്കിൽ അതിനുള്ള കാരണം ഉണ്ടാവുമല്ലോ. അപ്പൊ ഹാരിസ് അപ്പൊ ചൂടായി ചെയ്തിനോട് ചോദിക്കണ്ടേ, ഇജി ഒരു സ്വാതന്ത്ര്യങ്ങൾ ഇഷ്ടപ്പെടുന്നത് അടിമത്താണോ? അപ്പൊ തന്നെ ചെയ്ത് പറയുന്നത്, ഞാൻ ഒരിക്കലും അടിമത്തല്ല ഇവിടെ അടിമ എന്ന് പറയണ അത്ര താഴ്ചയിലേക്ക് ഇന്നെ ഇതുവരെ എത്തിച്ചിട്ടില്ല അവര്. ഈ മുഹമ്മദ് എന്നുള്ള ഈ സമയത്ത് തന്നെ നബിത്തങ്ങൾ പാറയുടെ മുകളിൽ കുറേശ്ശികളൊക്കെ അങ്ങനെ പറയാനല്ല. ഇപ്പോ സെയ്ദിന് യജമാന്റെ അടുത്തൊരു പ്രശ്നമില്ല, പക്ഷെ ഇവർക്ക് സമാധാനമാണെങ്കിൽ യജമാൻ എങ്ങനെയാണ് അടിമനെ കാണുന്നതെന്നും കൂടി അവർക്ക് അറിയണല്ലോ. അത് നബിത്തങ്ങൾ എങ്ങനെയാണ് സെയ്ദിനെ കാണുന്നത് എന്നുള്ളത് കൂടി കിട്ടുന്നുണ്ട്. അപ്പോൾ നബിത്തങ്ങൾ അവിടെ ചെയ്തൊരു പ്രവർത്തനം നോക്കണം. ഈ വാപ്പാനെ തൊട്ട് മാറിക്കണ കുട്ടി എപ്പോഴും വാപ്പാക്ക് ഒരു വിഷമം ഉണ്ടാക്കുമല്ലോ, ആ വിഷമത്തെ മാറ്റാൻ വേണ്ടി നബിത്തങ്ങൾ സെയ്ദിൻ്റെ കയ്യും പിടിച്ച് കാബിൻ്റെ അവിടെ പോയിട്ട്, കാബിൽ എല്ലാവരും കൂടുന്ന സ്ഥലത്ത് പോയിട്ട് നബിത്തങ്ങൾ പറഞ്ഞു, ഇന്ന് മുതൽ സെയ്ദിന് ഹാരിസ് അല്ല, സെയ്ദിന് മുഹമ്മദാണ് എന്നിട്ട് ഞാൻ ഈ അടിമനെ മോചിപ്പിച്ചാണ്ട് ഈ മോനെ ഞാൻ ദത്തെടുക്കാന്നുള്ള രൂപത്തില് അപ്പൊ തന്നെ നല്ല സമാധാനമായിട്ടുണ്ടാവും ആ വാപ്പാക്ക്. പിന്നെ അത് ഖുറാനില് അതിനെ പറ്റിയിട്ട് നബിത്തങ്ങളെ പറ്റി പറയണ്ടല്ലോ, നിങ്ങളാരും നബിത്തങ്ങളെ പ്രവാചകന്റെ പുത്രല്ല എന്ന് പറഞ്ഞിട്ട് അതിന് വീണ്ടും മാറുന്നുണ്ട് ആ പേര്. അങ്ങനെ ശേഷമാണ് വരുന്നത്. അപ്പോൾ ഇതാണ് ആ സമയത്ത് നബിത്തങ്ങളെ ഈ വിവാഹത്തിന് ശേഷമൊക്കെ ആയിട്ട് വരുന്നത്. പിന്നെ അതേപോലെ തന്നെ ഈ അബ്ദുള്ള എന്നുള്ള മോൻ നബിത്തങ്ങൾക്ക് ഉണ്ടാകുന്ന പറഞ്ഞു, ആ മരിച്ച സമയത്ത് അലിറുള്ളാനെ നബിത്തങ്ങളെ ദത്തെടുക്കുന്നുണ്ട്. ആ സമയത്ത് അബൂ തോലിബിനെ കുറച്ച് കാലഘട്ടത്തില് അംദാറിന് വേറെ മക്കളെ നിബിതങ്ങളും കൂടി മസ്റുല്ലാനും എന്ത് ചെയ്ത് ജാഫർ ബിൻ അബി തോലിബിനെ ദത്തെടുത്തു, അലിറുള്ളാനും എന്ത് ചെയ്ത് നിബിതങ്ങളും ദത്തെടുക്കണ ഒരവസ്ഥ ഉണ്ടായിരുന്നു. ഈ സമയത്ത് തന്നെ അബ്ദുള്ള എന്നുള്ള മോഹൻ മരിച്ച ഒരു കുറവ് നികത്താൻ വേണ്ടിയിട്ടാണ് അലിറുള്ളാനോട് ദത്തെടുത്തുന്നുള്ളത് പറയുന്നത്. ദത്തെല്ലാം ശരിക്കും അവിടെ വരുന്നത്. അബൂ തോലിബ് ഇന്നത്രയും കാലം സംരക്ഷിച്ചു. അബൂ താലിബിന്റെ ഒരു ക്ഷാമകാലത്ത് ഞാൻ സഹായിക്കേണ്ടതെന്ന് അബ്ബസുല്ലാനോട് പറഞ്ഞിട്ട് ഒരു മകൻ അബ്ബസുല്ലാനും അങ്ങനെ ഏറ്റെടുക്കണം. പിന്നെ വരുന്നത് ഈ കഅബ പുനർനിർമ്മിക്കുന്ന ഒരു സംഭവം അവിടെ വരുന്നുണ്ട്. അത് കഅബക്ക് ആ കാലഘട്ടത്തിൽ വലിയൊരു ഹൈറ്റ് ഇല്ലാത്ത ചുമരും വാതിലുണ്ട് എന്നതിനാലും വാതിലില്ലാന്ന് പറയാം. വാതിലുണ്ടെങ്കിലും ചാടിക്കടന്ന് കുറെ കൊള്ള അതിൻ്റെ ഉള്ളിലത്തെ കാര്യങ്ങള് സാധനങ്ങളൊക്കെ കൊള്ള നടക്കപ്പെടുന്ന കാര്യങ്ങളൊക്കെ അവിടെ ആ സമയത്ത് കഅബ നല്ല വലിയ സുരക്ഷിതമായ ഒരിടം അങ്ങനെ പറയാൻ പറ്റാത്ത ധാരാളം ആൾക്കാരും പറയുന്നത് പല സ്ഥലങ്ങളിലും ഇവരൊക്കെ വിശ്വസിക്കുന്നുണ്ട് ഇതിലെന്തോ ദൈവത്തിന്റെ ഭവനാണെന്ന് അറിയാം. ഒരു എന്തെങ്കിലും ചെയ്താൽ ബുദ്ധിമുട്ടുണ്ടാവും എന്ന് എനിക്കറിയാം. കാരണം മുമ്പ് പറഞ്ഞല്ലോ അബാബിൽ പക്ഷികളെ ശത്രുക്കളൊക്കെ ഇവർക്കെല്ലാം പേടിയുണ്ട്. ഇതിന് പൊളിച്ചെന്തെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഇതിന് എത്തിയാൽ ബുദ്ധിമുട്ടാവോ, ആ പേടിയുണ്ട്. അപ്പോൾ അവിടെ സമയത്ത് ഒരു പാമ്പ് ഉണ്ടായിരുന്നു കുറേ ഉണ്ട്. അപ്പോൾ ഈ പാമ്പ് ഇവർ കാണുമ്പോൾ എപ്പോഴും 10 വിടത്തി നിൽക്കും.
അപ്പം ഈ ദൈവത്ത് അടുക്കാൻ സമ്മതിക്കൂല ഈ കുടുംബ കാര്യങ്ങൾ. അപ്പം ഇവർ വിചാരം എന്താ ആ ദൈവം ഇങ്ങനെ ഏൽപ്പിച്ചേക്കും ആരും പൊളിക്കാണ്ടിരിക്കാൻ സംരക്ഷിക്കാൻ വേണ്ടി ഏൽപ്പിച്ചെന്ന ഈ ഒരാൾക്ക് വിചാരം. പക്ഷെ ഒരു പരുന്തങ്ങാണ്ട് വന്ന് കുത്തിനെ കൊണ്ടുപോകും. അപ്പോൾ ചോദിക്കും ഇത് സമ്മതമാണ് എന്ന് വിചാരിച്ചിട്ട് എന്താ പാറ പൊളിക്കാൻ കാബയുടെ ഇത് പൊളിക്കാൻ തുടങ്ങും. അപ്പം ആദ്യത്തെ ഒരാൾ കൊടുക്കാൻ നിൽക്കുമ്പോൾ അത് തിരിച്ച് അതേപോലെ കല്ലെടുക്കുമ്പോ അതേ സ്ഥലത്ത് തന്നെ പോയിട്ട് തിരിച്ചു വരും. അപ്പൊ തന്നെ അവർക്ക് പേടിയായി അള്ളാഹ് കോപം ഉണ്ടാവും. അങ്ങനെ മക്സൂമോത്രത്തിൽ തന്നെ ഒരു വലിയ ഇതിന് മുഖയിറ ഇതിനെപ്പറ്റി കാബ പുനർനിർമ്മാണത്തിലുള്ള വസ്തുക്കൾ അതിന്റെ മെറ്റീരിയൽസ് ഒക്കെ അവിടെ നിന്ന് കിട്ടിയെന്ന് ജിദ്ദ തുറമുഖത്തൊരു ഒരു കപ്പൽ റോമൻ കപ്പലൊന്നും ഇടിച്ചിട്ട് പൊളിഞ്ഞാവാത്ത ബാക്കി അവശിഷ്ടങ്ങൾ എടുത്തിട്ടാണ്. നല്ലൊരു ആ കപ്പലിന് ഒരു ആശാരി ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്. ആക്കോമീസ് എന്ന് പറഞ്ഞ പേര്. റോമിലൊക്കെ ഗ്രീക്കിലൊക്കെ പോണ ഒരു കപ്പലാണെന്ന് പറയുന്നത്. അത് അവിടെയൊക്കെ അത്രയും ഇങ്ങനെ കെട്ടിട നിർമ്മാണത്തിലൊക്കെ നല്ല മുൻപന്തി നിൽക്കുന്ന സ്ഥലങ്ങളായിരുന്നല്ലോ ആ കാലത്ത്. അപ്പൊ അവിടുത്തെ ഒരു ആർക്കിടെക്ടറിനും കിട്ടി, അത് ഇങ്ങനെ ഉണ്ടാക്കുന്ന ഒരാളും കിട്ടി. അങ്ങനെ അയാളെ സഹായത്തോടെ അവരങ്ങനെ ഉണ്ടാക്കണം എന്നൊക്കെ നിർമ്മിക്കാന്നുള്ള ഒരു പ്ലാനിലെത്തി. ഒരു കല്ലുകളും സാധനങ്ങളും മരക്കഷ്ണങ്ങളൊക്കെ സെറ്റാക്കി വെച്ചു. അവരങ്ങനെ കെട്ടിപ്പടുത്തുന്നു പോലെ. അപ്പൊ ഇതിന്റെ ഇടയിൽ ഒരു വിഷയം വരുന്നുണ്ട്. അവിടെ അങ്ങനെ കെട്ടിപ്പടുക്കുന്ന ഇടയിൽ നമുക്കതല്ല ഹജറുൽ അസ്വദ്, അവര് അതിനെ പവിത്രതയോടെ തന്നെ കണ്ട് എന്നുള്ള സാധനം. ഇതിനെ കറക്റ്റ് സ്ഥലത്ത് വെക്കണമെങ്കിൽ എല്ലാ ഗോത്രത്തിനും താല്പര്യം ഉണ്ടാവും. ഒരു ഗോത്രത്തിന് ഇത് കൊടുത്താൽ അടുത്ത ഗോത്രം പ്രധാന കുറേശ്ശി ഗോത്രമുണ്ട്. യുദ്ധത്തിലേക്ക് പോകേണ്ട സംഭവം അവര് രക്തത്തിലൊക്കെ കൈമുക്കി യുദ്ധത്തിലായിട്ട് അത്രയും ഇതിന്റെ ഉണ്ട് അങ്ങനെയൊക്കെ ചോരമുക്കിയിട്ട്. അപ്പൊ ഒരു വയോധികനെ ഇപ്പൊ അവിടെ പരിഹാരമായിക്കാണ്ട് പറയണേ, അപ്പൊ ഞങ്ങളിങ്ങനെ യുദ്ധത്തിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല, നമുക്ക് ഈ മസ്ജിദ് ഹറമിന്റെ റൗണ്ട് ഇതിൽ കടന്ന് ഫസ്റ്റ് വരുന്ന ആളാരാണോ ആള് കല്ലുവെക്കട്ടെന്ന് തീരുമാനമനുസരിച്ച് അയാളെ തീരുമാനിച്ചു. അങ്ങനെ ആ സമയത്ത് വരുന്നത് നബിത്തങ്ങളാണ്. അപ്പോൾ നബിത്തങ്ങൾ കാണുമ്പോൾ അലമീൻ ഇതാ വരുന്നു. ഇവർക്ക് സന്തോഷമായി, ഇയാള് അലമീൻ എന്തായാലും നല്ലൊരു തീരുമാനം എടുക്കുള്ളൂ എന്നുള്ളത്. അങ്ങനെ നബിത്തങ്ങൾ വരുന്നു, നബിത്തങ്ങളോട് ഈ കാര്യം അവതരിപ്പിക്കുന്നത്. നബിത്തങ്ങൾ അപ്പോൾ എടുത്തൊരു തീരുമാനമുണ്ട്. അതായത് ഒരാൾക്ക് കൊടുക്കാനായിട്ട് പറ്റൂല, പക്ഷെ എല്ലാവർക്കും കൂടി കൊടുക്കുമ്പോൾ അപ്പോൾ ഒരു വിരിപ്പ് ഇസാറ് മുണ്ട് വെച്ചിട്ട് അതിനുള്ളിൽ യാജ്രസ് വെച്ച് എല്ലാ ഗോത്രക്കാരോടും ഓരോ ഭാഗത്തിനെ പിടിക്കാൻ പറഞ്ഞു. അതിന് നേതാക്കന്മാരുടെ ഓരോ ഭാഗം പിടിക്കാൻ എല്ലാവർക്കും ഒരു വിഹിതമായി നബിത്തങ്ങളെടുത്ത് വെക്കുമല്ലേ. ഇവിടെ നബിത്തങ്ങൾ എടുത്ത ഈ തീരുമാനം നോക്കണം. അത് വലിയൊരു യുദ്ധത്തിൽ നിന്ന് മാറ്റി നിർത്തി ഉള്ളത്. ഇപ്പൊ ഇങ്ങനത്തെ സാഹചര്യം 35-ാം വയസ്സിലാണെന്നാണ് പ്രബലമായത്. അപ്പോൾ പിന്നീട് അങ്ങോട്ട് നബിത്തങ്ങൾക്ക് എന്തോന്നിരുന്നു, ഒരു ഇലാഹിയായിട്ടുള്ള നുബൂവത്തിലോട്ട് അടുക്കുന്ന രീതിയിലിട്ടുള്ള ഏകാന്തവാസത്തിനോട് ധാരാളം താല്പര്യം കാണിച്ചിരുന്ന ആ കാലഘട്ടങ്ങളിൽ. അപ്പൊ അതിലേക്കുള്ളൊരു പ്രേരണ ഇല്ല, അതിനൊരു പ്രചോദനമായിട്ടുള്ള ഇങ്ങനെയുള്ള സംഭവ വികാസങ്ങളാണ് പിന്നെ നബിത്തങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത്.